അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. അമ്മ പരിശുദ്ധ ദേവമാതാവ്, സഞ്ചാരി മാതാവ്, സമയത്തിന് അധികാരി, നിന്റെ കൂടെ നിന്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും നിന്നെ അകമ്പടി സേവിച്ചുകൊണ്ട് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചമുതൽ ഉള്ളങ്കാൽ വരെ കർത്താവ് നിന്നെ വിശുദ്ധമായ രക്തത്താൽ നിന്നെ സ്പർശിക്കട്ടെ. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന നിനക്ക്
ദൈവികമായ ചൈതന്യം ഇറങ്ങി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തി നഷ്ടപ്പെട്ടവരുണ്ടാകാം, പ്രാർത്ഥന നഷ്ടപ്പെട്ടവരുണ്ടാകാം, വിശ്വാസം തണുത്തു പോയവരുണ്ടാകും. അവരുടെ മേലെല്ലാം കർത്താവ് ശക്തി പ്രവർത്തിക്കട്ടെ. ചില വീടുകൾ ഭവനരഹിതരുണ്ടാകും, ഭവനത്തിൽ സമാധാനം ഇല്ലാത്തവരുണ്ടാകും. ഇവിടുന്ന് വല്ലപാടും പോയി ഒളിച്ചാൽ മതി, ഇറങ്ങിപ്പോയാൽ മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വേദനിച്ച് ജീവിക്കുന്നവരുണ്ടാകും. ചില വ്യക്തികളെ കൊണ്ട് നീ വേദനിക്കുന്നുണ്ടാകും. അവരെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവ് ജീവിതമാർഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ, ജീവിതമാർഗങ്ങൾ ലഭിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്ന വിഷയം കയ്യിൽ നിന്ന് വിട്ടുപോയവർ, സങ്കടപ്പെട്ട് കർത്താവെ അവർ ഒരു തരത്തിലും സമാധാനമില്ലാതെ വിഷമിക്കുന്നുണ്ട്. പല പല ബന്ധങ്ങൾ വിട്ടുപോയത് കാരണം, പല പല തരത്തിലുള്ള പരാജയങ്ങൾ വന്നുപോയത് കാരണം, പല ആശിച്ചിരുന്ന പല വിഷയങ്ങളും കയ്യിൽ നിന്ന് വിട്ടുപോയത് കാരണം, പ്രതീക്ഷിച്ചിരുന്ന റിസൾട്ട് കിട്ടാതിരുന്നത് കാരണം വേദനിച്ച് ജീവിക്കുന്നവരുണ്ട്. കർത്താവെ അവർക്ക് പുതിയൊരു ജീവിതം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇതുപോലെ പോട്ടെ, എങ്ങനെയും പോയി ഒടുങ്ങട്ടെ, തീർന്നല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെട്ട് സ്വയം പരാഗി ജീവിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയ ദൈവവേദന ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാനുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യുന്ന ഒരു സംഭവം ഇതാണ് എന്നോട് തന്നെ. കാര്യം ലവ് എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ലവ് ആണ് വേണ്ടത് ശരിക്കും. അതാണ് ഈശോ പറഞ്ഞത്, അപ്പോസ്തലന്മാർ ഉറങ്ങിയില്ലേ ഗെത്സമേനിൽ, അവിടെ ഈ അണ്ടർസ്റ്റാൻഡിങ് ലവ് വർക്ക് ചെയ്യുന്നുണ്ട്. മത്തായി 26:41. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ശരീരം ബലഹീനമാണ്. എന്താ സംഭവിച്ചാൽ അവിടെയും ഈ ശരീരത്തിൻ്റെ വിഷയമാണേ. അതും ഇത് ഭക്ഷണം, മറ്റത് വിശ്രമം. ഈ ഭക്ഷണത്തെയും വിശ്രമത്തെയും ചില സമയത്ത് നമ്മൾ ബലഹീനമായ ശരീരം ചിലപ്പോൾ കൽപ്പനകൾ ലംഘിക്കണ കാണാം. പക്ഷെ അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു കർക്കശമുള്ള റബി ആയിട്ട് ഈശോ മരണില്ല. മറിച്ച് എന്താണ് അവർ പറയും, നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ, എഴുന്നേൽക്ക്, ആത്മാവ് സന്നദ്ധമാണെന്ന് എനിക്കറിയാം. അത് അണ്ടർസ്റ്റാൻഡിങ്, ശരീരം ബലഹീനവും. അപ്പോൾ വക്രത്തിൽ പോലും ഈശോ മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ്. ഈ ഈശോനെയാണ് നമ്മൾ ലോകത്തിന് കൈമാറണമെന്ന് ഞാൻ എന്നെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാവൂ. ഇനി ഈ മനുഷ്യരാശിക്ക് വേണ്ടി ഈശോ മരിക്കും. അതാണ്. അപ്പോൾ വെറുതെ ഒരു ആശയപരമായ സ്നേഹമല്ല, വളരെ പ്രായോഗികമായ. അതാണ് സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയടക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല എന്നൊക്കെ പറയണില്ലേ. യോഹന്നാൻ 15:13. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അതാണ് ഈശോ. ഈ ഈശോനെ കൈമാറണമെന്നാണ് മറ്റുള്ളവരും ആ ദൈവസ്നേഹം അനുഭവിക്കണമെന്ന് മാത്രമാണ് കൃപാസനം ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഈശോനെ കൈമാറാൻ നിങ്ങളുടെ സ്റ്റാറ്റസ്, ചിലക്കാർ ജീവിതകാലം മുഴുവനും സ്റ്റാറ്റസിന് വേണ്ടി ജീവിക്കുന്നവരില്ലേ. ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസാണേ. ഏറ്റവും വലിയ പ്രലോഭനം. നമ്മളവർക്കും സെക്സാണ്, അധികാരമാണെന്നൊക്കെ പറയല്ലേ. പക്ഷേ സ്റ്റാറ്റസാണ് ഏറ്റവും വലിയ പ്രലോഭനം. ബാസനമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് നീതു തോമസ്. ഞാൻ കുഴുപ്പുള്ളി സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് ഇടവക അംഗമാണ്. ഞാൻ ഖത്തറിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. ആദ്യമായി തന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധ കൃപാസനമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എനിക്കൊരു രോഗസൗഖ്യം നൽകി. അതിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 2020 എനിക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. അതിൽ മൂന്നാമത്തെ മോളുടെ ഡെലിവറിയോടനുബന്ധിച്ച് 2020 നോർമൽ ഡെലിവറി ആയിരുന്നു. ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ
ബെഡ് റിഡൻ ആയി പോയായിരുന്നു. അതായത് എനിക്ക് സിംഫാസിസ് പ്യൂബിസ് ഡയസ്റ്റാസിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനായിരുന്നു ഉണ്ടായിരുന്നത്. അത് വളരെ റെയറായിട്ട് വരുന്ന, പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള വളരെ റെയറായിട്ട് വരുന്ന കോംപ്ലിക്കേഷനിൽ ഒന്നാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാനും ആദ്യം പറ്റിയിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞ് അന്ന് കൊറോണയുടെ സമയമായിരുന്നു. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര കടുത്ത ശക്തമായിട്ടുള്ള വേദന. എനിക്കൊരു കാല് മുന്നോട്ട് വയ്ക്കാനോ തിരിയാനോ വളയാനോ കിടക്കാനോ ഒന്നും പറ്റുന്നില്ല. മുമ്പ് 2 ഡെലിവറിക്ക് ശേഷം ഇല്ലാത്ത ഒരു ഭയങ്കരമായ അനുഭവമാണ് എനിക്കുണ്ടായത്. അപ്പം ഞാൻ എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് ഞാൻ ആകെ പേടിച്ചു പോയി. സെക്കൻഡ് ഡേ തന്നെ ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ അവർ USG ഒക്കെ എടുത്ത് നോക്കി, ഒരുപാട് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു കുഴപ്പവും കാണുന്നില്ല, എല്ലാം നോർമലാണ്, പിന്നെ എന്തുകൊണ്ടാണ് നടക്കാൻ പറ്റാത്തതെന്ന് മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ അന്നേ ദിവസം തന്നെ ഒരു എക്സ്റേ എടുത്ത് നോക്കി. എക്സ്റേയിലാണ് മനസ്സിലായത് സിംഫാസിസ് പ്യൂബിസ് ഡയസ്റ്റാസിസ് ആണെന്നുള്ളത്. അതിനുശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു കണ്ടിന്യൂസ് ബെഡ് റെസ്റ്റ് വേണം, 6 മാസം അതല്ലെങ്കിൽ 1 ഇയർ ബെഡിൽ തന്നെ കിടന്നാലാണ് ഇത് പതുക്കെ കറക്റ്റായിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കങ്ങനെ വലിയ ഒരു വിഷമമൊന്നും തോന്നിയില്ല. ഞാനങ്ങനെ ആംബുലൻസിലാണ് വീട്ടിലോട്ട് വന്നത്. അന്നോടെങ്കിൽ ഞാൻ ബെഡ് റിഡനായിട്ട് കിടക്കാണ്. ടോയ്ലറ്റിൽ പോകണമെങ്കിലാണെങ്കിലും എന്താണെങ്കിലും ഒരു റോൾ സ്റ്റൂൾ പോലത്തെ സംഭവം ഉണ്ട്, അതിൽ എന്നെ ഉന്തി ടോയ്ലറ്റിൽ കൊണ്ടുപോകും. ഞാൻ ടോയ്ലറ്റിൽ പോവും, കുളിക്കാനും ഈവൺ എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കാനായാലും ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു കാരണവശാലും അങ്ങനെ പ്രാർത്ഥനയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. പ്രാർത്ഥനയില്ല, കുടുംബ പ്രാർത്ഥനയില്ല, അല്ലെങ്കിൽ പള്ളിയിൽ പോകലില്ല, ഒന്നുമില്ല. എൻ്റെ അടിച്ചുപൊളിയായിട്ടുള്ള ലൈഫ് അങ്ങനെ ഞാൻ ഖത്തറിൽ നല്ല സന്തോഷമായിട്ട് പോണ സമയമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ബെഡ് റിഡനായി കിടന്നപ്പം ഞാൻ വിചാരിച്ചു, ഈശോയെ, ഞാൻ ഇത്രയും നാൾ ഇത്രയും അടിച്ചുപൊളിയായിട്ട് ഞാൻ ജീവിച്ച സമയത്ത് ഈശോനെ ഞാൻ ഒരിക്കൽ പോലും ഓർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കിടന്നുകൊണ്ട് എനിക്കിപ്പോൾ എല്ലാം ഉണ്ട്, ജോലിയുണ്ട്, എൻ്റെ സാലറി എൻ്റെ അക്കൗണ്ടിൽ വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിൽ പോലും ഈശോയെ ഓർക്കാനായിട്ട് ഈശോ എനിക്കൊരു അവസരം തന്നതാണ് ഞാൻ വിചാരിക്കുന്നു. എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് ഏറ്റെടുത്തു. അങ്ങനെ ഞാൻ ബെഡിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് കൂടിപ്പോയാൽ 2 months മെറ്റേണിറ്റി ലീവ് കിട്ടും, അതല്ലാതെ എനിക്ക് ഈ ഡോക്ടേഴ്സ് പറയുന്ന പോലെ 6 months 1 year വരെ ഇങ്ങനെ കിടന്നിട്ട് റെഡി ആവണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ജോലി പോലും പോവും, ചിലപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകേണ്ടി വരും. അപ്പം അങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായി. പക്ഷെ ഞാനെല്ലാം ഈശോയ്ക്ക് കൊടുത്തു. ഈശോയുടെ ഇഷ്ടം എൻ്റെ ജോലി ഇല്ലെങ്കിലും ഈശോയുടെ ഇഷ്ടം അതാണെങ്കിൽ എനിക്ക് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഈ സഹനം കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഒരു ദിവസം എനിക്കൊരു പത്രം എനിക്ക് കൊണ്ടുതരാണ്. ഞാൻ കിടക്കണോടത്തേക്ക് ആൾ കൊണ്ടു തന്നു. അത് കൃപാസനത്തിൻ്റെ പത്രമായിരുന്നു. പക്ഷേ ഇതിനു മുമ്പൊന്നും ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. എന്നാലും മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലത്തെ പത്രമാണ്. ഇത് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതിയെന്ന് ചേച്ചി പറഞ്ഞപ്പം ഞാനത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. ഞാനത് വായിക്കാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേയിൽ ഞാനത് വായിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ എഴുന്നേറ്റിരുന്ന് വായിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വേദന. അല്ലെങ്കിലും എനിക്ക് എഴുന്നേറ്റിരിക്കാൻ അല്ലെങ്കിലേ എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് പറ്റാണ്ടായപ്പം പിന്നെ ചേച്ചി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഈ പത്രം വായിക്കാനായിട്ട് എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല, കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് വായിക്കാനാണെങ്കിൽ മുട്ട് എനിക്ക് വേദന എടുക്കുന്നു, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല, പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ കറക്റ്റ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1 മാസം കറക്റ്റായി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പതുക്കെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നാണ്, നീ എഴുന്നേറ്റ് നടക്ക്, നിനക്ക് കുഴപ്പമൊന്നുമില്ല, നീ എഴുന്നേറ്റ് കാല് പതുക്കെ അകത്തി വെച്ച് നടന്ന് നോക്ക് എന്നുള്ളൊരു ഇത് വരാണ്. അപ്പം ഞാൻ എഴുന്നേറ്റ് അതുപോലെ കാലകത്തി വെച്ച് നോക്കിയപ്പം എനിക്ക് മുമ്പുണ്ടായിരുന്ന കഠിനമായിട്ടുള്ള വേദനയൊന്നുമില്ല, എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ പതുക്കെ കാലകത്തി വെച്ച് നടന്ന് പിന്നെ അത് 1 മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ക്യൂറായി. പിന്നെ എൻ്റെ ബേബീനെ കുളിപ്പിക്കാനാണെങ്കിലും 1 മാസം കൊണ്ട് ഞാൻ എഴുന്നേറ്റ് നടന്നു. എൻ്റെ കാര്യങ്ങൾ പേഴ്സണൽ കെയർ ചെയ്യാനായാലും ടോയ്ലറ്റിൽ പോകാനായാലും എനിക്ക് റോളർ സ്റ്റൂളിൻ്റെ ആവശ്യമില്ല. അങ്ങനെ എനിക്ക് സൗഖ്യം കിട്ടി. 2 മാസം കറക്റ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ജോലിക്ക് റീജോയിൻ ചെയ്തു. ഒരു സിക്ക് ലീവ് പോലും അതിൻ്റെ പേരിൽ എനിക്ക് എടുക്കേണ്ടി വന്നില്ല. എൻ്റെ ജോലിക്കും ഒരു പ്രശ്നവും വന്നില്ല. പക്ഷെ അന്നേരം എനിക്ക് മനസ്സിലായില്ല എന്ത് ഇതാണ് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഫലം ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത്. അതങ്ങനെ വിട്ടു. ആസ് യൂഷ്വൽ ഞാൻ നോർമൽ പോലെ എൻ്റെ ലൈഫ് മുന്നോട്ട് പോയി. ആ സമയത്ത് എനിക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. അപ്പോൾ 2 പേര് നാട്ടിൽ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്. ആൾ ഇത്തിരി ഏജ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ആൾക്ക് കുട്ടികളെ നോക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നി പുറത്ത് എവിടേക്കെങ്കിലും, ഇപ്പം ഞാൻ നേഴ്സാണല്ലോ ഖത്തറിൽ, ഇപ്പം എനിക്ക് കുട്ടികളെ കൂടെ നിർത്തി പഠിപ്പിക്കണമെങ്കിലൊക്കെ ഭയങ്കര എക്സ്പെൻസാണ്. 3 പെൺകുട്ടികളാണ്. അപ്പം ഞാൻ ആഗ്രഹിച്ചു പുറത്ത് എവിടെയെങ്കിലും എനിക്ക് പോകണം.
അപ്പം അന്നേരം കോവിഡിൻ്റെ ഒക്കെ ഒരു സമയമായതുകൊണ്ട് നമുക്ക് UK പോവാം, അല്ലെങ്കിൽ ജർമ്മനി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു UK ആണെങ്കിൽ നല്ലതായിരിക്കും, കാരണം പെട്ടെന്ന് പോകാൻ പറ്റും, പെട്ടെന്ന് ഫാമിലിയായിട്ട് സെറ്റ് ആവാൻ പറ്റുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് വന്നു UK പോകണ്ട, ജർമ്മനി എന്നുള്ളൊരു സംഭവമാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ എല്ലാവരും UK എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ വന്നതനുസരിച്ച് ജർമ്മനിക്ക് പോകാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ഇത് അത്യാവശ്യം കഠിനമായിട്ടുള്ള ലാംഗ്വേജാണ്. എനിക്കിത് തന്നെ ഇങ്ങനെ നടന്നുകൊണ്ട് എനിക്ക് പഠിച്ചൊരിക്കലും എത്തിക്കാൻ പറ്റില്ല. ഈശോയുടെ സഹായമില്ലാണ്ട് എനിക്കൊരിക്കലും ഇത് പഠിച്ച് പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ബുക്കിൽ ഞാൻ എഴുതി, നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ് ഞാനാകുന്നു, സെഫാനിയ 3:17. അത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ എൻ്റെ പഠനം തുടങ്ങി. എല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പഠനം തുടങ്ങി. അന്നേരം ഞാൻ കൂടുതലും ഈശോനെ പറ്റിയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കാനായിട്ട് തുടങ്ങി. ആ സമയത്താണ് വീണ്ടും സാക്ഷ്യം, ഇങ്ങനെ കൃപാസനത്തിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ കേൾക്കാനിടയാവുകയാണ്. അപ്പോൾ ഞാൻ ആ സാക്ഷ്യം കേട്ടു. ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് പിന്നെ സാക്ഷ്യം കേൾക്കണം, വീണ്ടും സാക്ഷ്യങ്ങളെടുത്ത് ഞാൻ കേട്ടോണ്ടിരുന്നു. അതിനകത്ത് ഒരുപാട് സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അതിൽ ഈ പത്രത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അന്ന് ഞാൻ കടന്നു പോയപ്പോൾ കൊണ്ടുവച്ച പത്രവും അത് കൃപാസന മാതാവാണ് അന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിന്ന് വന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ തുടങ്ങി എനിക്കിവിടെ കൃപാസനത്തിൽ വരണം, എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം, മാതാവിനോട് കൂടുതൽ അടുക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കും. ബൈബിളൊന്നും വായിക്കാതിരുന്ന ഞാൻ ഇടയ്ക്ക് അതൊക്കെ ബൈബിളെടുത്ത് വായിക്കാൻ തുടങ്ങി. കുടുംബ പ്രാർത്ഥന ഒന്നും എത്തിക്കാത്ത ഞാൻ തന്നെയാണെങ്കിലും, ഞാൻ ഒരു ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും ഞാൻ തന്നെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അതിനുശേഷം ഞാനിങ്ങനെ പ്രാർത്ഥനയിലൊക്കെ സജീവമായി വന്നതിന് ശേഷം ഞാൻ 2023 തന്നെ എക്സാമിന് അപ്പം ഞാൻ ഉടമ്പടിയുടെ നിബന്ധനകളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം എനിക്കത് പറ്റുമോ എന്ന് എനിക്ക് സംശയമായി. കാരണം പള്ളിയിൽ പോകണം, കുമ്പസാരിക്കണം. അപ്പം ഇതൊന്നും ചെയ്യാത്ത ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഇതൊക്കെ എനിക്ക് പാലിക്കാൻ പറ്റുമോ? ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റായിട്ട് പാലിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ ഇതെനിക്ക് പറ്റില്ല മാതാവ്, ഇതെനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, പകരം ഞാൻ ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രയർ എടുത്ത് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ റിക്വസ്റ്റ് പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചു. എക്സാമിൻ്റെ കാര്യങ്ങൾ വെച്ച് ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രയർ ഇട്ടു. അങ്ങനെ ഞാൻ നവംബറിൽ എനിക്കൊരു എക്സാം ഡേറ്റ് ഖത്തറിൽ തന്നെ കിട്ടി. അന്നേ ദിവസം ഞാൻ കൂടുതലും സ്പീക്കിങ്ങും റൈറ്റിങ്ങും എനിക്ക് ഭയങ്കര പേടിയാണ്. റൈറ്റിംഗ് മാത്രമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു മൊഡ്യൂളെങ്കിലും പാസ്സായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് മാത്രമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. സ്പീക്കിംഗ് ആണെങ്കിൽ ഒരാളെ ഫേസ് ചെയ്തിരുന്നിട്ട് നമ്മൾ പറയണം. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്നില്ല, പേടി കാരണം കൊണ്ട് പഠിക്കുന്നില്ല. ലാസ്റ്റ് എക്സാമിന് 2 ദിവസം ഉള്ളപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നാണ്, ഒന്നും പഠിക്കാണ്ട് എങ്ങനെയാണ് എക്സാമിനറുടെ മുന്നിൽ പോയിരിക്കുന്നത്. എക്സാമിനർ ചോദിക്കുമ്പോൾ B2 വരെ പഠിച്ച ആളല്ലേ, എന്തെങ്കിലും പറയണ്ടേന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് ടോപ്പിക്സ് ഒക്കെ നോക്കി. അന്ന് രാവിലെ എക്സാമിൻ്റെ ദിവസം ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രയർ കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഇതിൽ കുറേ ടോപ്പിക് ഉണ്ട്, എല്ലാ ടോപ്പിക്കൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാനിപ്പോൾ പഠിക്കുന്ന ടോപ്പിക്ക് എക്സാമിന് വന്ന ടോപ്പിക് ആയിരിക്കണം, അത് നീ എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പഠിച്ചു. ആ പഠിച്ച ടോപ്പിക്ക് തന്നെയാണ് ഞാൻ അന്ന് പോയിട്ട് എക്സാമിന് ഇരുന്നപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെനിക്ക് മാതാവ് തന്നു കഴിഞ്ഞു. ഞാൻ രാവിലെ പഠിച്ച ടോപ്പിക്ക് തന്നെ, എനിക്കൊരു തടസ്സം ഉണ്ടായില്ല, ഞാൻ നല്ലപോലെ സ്പീക്കിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും റീഡിങ്ങും ഒക്കെ നല്ല മാർക്കോട് കൂടി തന്നെ ഞാൻ പാസ്സായി. റൈറ്റിങ്ങിന് എനിക്ക് 90 മാർക്ക് ഉണ്ടായിരുന്നു 100-ൽ. ഒരിക്കലും പോസിബിൾ അല്ല, ഒരു സെൻറ്റൻസ് പോലും കറക്റ്റായിട്ട് എഴുതാനായിട്ട് എനിക്ക് കൺഫ്യൂഷനുള്ള അത് മാതാവ് എന്നെ പഠിപ്പിച്ച് തന്നതാണ്. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് ഇതെങ്ങനെ എഴുതണേന്ന് എനിക്ക് പഠിപ്പിച്ച് തരണം. അതുപോലെ പഠിപ്പിച്ച് മാതാവ് തന്നതാണ്. അതുകൊണ്ട് എനിക്ക് 90 മാർക്കായിരുന്നു. അപ്പോൾ എന്നെ പഠിപ്പിച്ച ആൾക്കാരോടൊക്കെ 90 മാർക്കാന്ന് പറയുമ്പോൾ അവരൊക്കെ പറയും, ഭയങ്കര മാർക്കാണല്ലോ, ഇതെങ്ങനെ നിനക്ക് കിട്ടിയെന്ന് ഉള്ള രീതിയിൽ പറയുമായിരുന്നു. അതിനുശേഷം ഞാൻ 2024 ഇവിടെ വന്ന് ഫെബ്രുവരി 14-ാം തീയതി ഇവിടെ വന്നിട്ട് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുകയായിരുന്നു. അതിൽ കുറച്ച് നിയോഗങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെൻ്റെ ഹസ്ബൻഡിന് സ്മോക്കിംഗ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ആൾ സ്മോക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ സ്മോക്കിംഗ് മാറണേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടിയുടെ 90 ദിവസം പൂർത്തിയാവുന്നതോടുകൂടി ആളുടെ സ്മോക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് മാറി. ആളിപ്പം ഒരു 1.5 വർഷത്തോളമായിട്ട് അതിനുശേഷം സ്മോക്ക് ചെയ്യുന്നേ ഇല്ല. പിന്നെ ഞാൻ 3 മൊഡ്യൂൾ കിട്ടിക്കഴിഞ്ഞപ്പം ഏതെങ്കിലും ഏജൻസിയിൽ പോയിട്ട് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒരു നല്ല ഏജൻസി എനിക്ക് കാണിച്ചു തന്നെ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒരുപാട് പേരോട് ചോദിച്ചു ഏത് ഏജൻസി
ആയിരിക്കും നല്ലത് എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ എനിക്കൊരു ഏജൻസി കിട്ടി. അപ്പോൾ അത് മാതാവിനോട് കണ്ടിന്യൂസ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് കാണിച്ചു തന്ന ഏജൻസിയാണ്. അങ്ങനെ വിശ്വാസത്തോടു കൂടി അവരുടെ അടുത്ത് കൊടുത്ത് പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അവർ പറഞ്ഞു 4 മൊഡ്യൂളും കിട്ടിയാലാണ് നമുക്ക് ഇൻ്റർവ്യൂവിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ, നിങ്ങൾ 4ാമത്തെ മൊഡ്യൂളിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സെപ്റ്റംബറിൽ 4ാമത്തെ മൊഡ്യൂളിലും ഞാൻ പോയി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി. അങ്ങനെ പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടാനായിരുന്നു ബുദ്ധിമുട്ട്. ഒരു ഇൻ്റർവ്യൂ ഒന്നും കിട്ടാനില്ല. ഏജൻസിക്കാർ പറയുന്ന സമയത്തൊന്നും ഇൻ്റർവ്യൂ കിട്ടാതെയായി. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു ഇൻ്റർവ്യൂ, ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ എനിക്ക് എടുത്ത് തരണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഇയറിൽ ജാനുവരിയിൽ വീണ്ടും നാട്ടിൽ വന്നപ്പോൾ ഫെബ്രുവരി 6 എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. ആ ഇൻ്റർവ്യൂവിൽ മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ച് മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ച്. എനിക്ക് ആരെങ്കിലും എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനാണ്, എത്ര പഠിച്ചു എന്താണെന്ന് പറഞ്ഞാലും. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ആ കാശുരൂപം മുറുക്കെ പിടിച്ചിരുന്ന് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്നില്ല. 6-7 ദിവസമായിട്ടും റിസൾട്ടൊന്നും വരുന്നില്ല. എന്നാലും മാതാവ് തന്നതാണെങ്കിൽ എനിക്ക് കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഫെബ്രുവരി 14 വീണ്ടും 1 ഇയർ കറക്റ്റ് 1 ഇയർ ആയപ്പം ഞാനിവിടെ വന്ന് വീണ്ടും എൻ്റെ ഉടമ്പടി പുതുക്കുകയാണ്. അന്ന് ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കി ഉടമ്പടിയുടെ ഈ പ്രദക്ഷിണത്തിന് വരാൻ വേണ്ടി അവിടെ നിന്നപ്പോൾ മാതാവിനോട് ഞാൻ ചോദിച്ചു, ഈ ഇൻ്റർവ്യൂവിൽ കിട്ടിയ സ്ഥലത്തേക്ക് തന്നെയാണോ മാതാവേ ഞാൻ പോകണ്ടേ, അതോ വേറെ സ്ഥലത്തേക്ക് ഞാൻ പോകണോ? കാരണം ഈ എൻ്റെ വർക്ക് പ്ലേസും ഞാൻ താമസിക്കുന്ന സ്ഥലമായിട്ട് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു സൈൻ കാണിച്ചു തന്നെ. അവിടെ നിൽക്കുമ്പം എനിക്ക് പ്രദക്ഷിണത്തിൽ മാതാവിനെ എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് സൈനായിട്ട് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ തന്നെ എനിക്ക് സിസ്റ്റർ മാതാവിന് തന്നെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇൻ്റർവ്യൂ എനിക്ക് കിട്ടും, ഞാൻ ഈ സ്ഥലത്തേക്ക് തന്നെ പോകുമെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഓൾറെഡി വന്ന് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, എൻ്റെ സെലക്ഷനൊക്കെ കഴിഞ്ഞു. ബാക്കി പേപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് ഞാൻ ഖത്തറിലോട്ട് തന്നെ തിരിച്ചു പോയി. ഏജൻസിക്കാർ പറഞ്ഞതനുസരിച്ച് ജൂൺ 1 എനിക്ക് ജോയിൻ ചെയ്യണം, ജർമ്മനിയിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ റിസൈൻ ചെയ്തിട്ട് ഞാൻ ജൂൺ 8 ആയപ്പോഴേക്കും നാട്ടിലോട്ട് എത്തി. അതിനുശേഷം എനിക്ക് ഒരു വിസ അപ്പോയിൻമെൻറ്റ് കിട്ടാതെ ജൂലൈ 1 ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം സെറ്റായി, എൻ്റെ എല്ലാ പേപ്പറുകളും ഓക്കെയാണ്, പ്രീ അപ്രൂവലും എല്ലാം വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ കുറച്ചൊന്ന് ഡൗൺ ആയിപ്പോയി, പ്രാർത്ഥനയിലൊക്കെ കുറച്ച് ഡൗൺ ആയി, കുറച്ചിങ്ങനെ ഫ്രീ ആയ പോലെ ആയി. അങ്ങനെ ഞാൻ ബാംഗ്ലൂരായിരുന്നു എൻ്റെ വിസ അപ്പോയിൻമെൻറ്റ്, അവിടെ പോയി വിസയ്ക്ക് വെച്ചു. പക്ഷേ അപ്പം ഞാൻ എപ്പോഴും മാതാവിനോട് ചോദിക്കുന്നു, മാതാവ് എൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ടാണല്ലോ നടക്കുന്നത്, എനിക്കങ്ങനെ വലിയ തടസ്സങ്ങളൊന്നും വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കങ്ങനെ സാക്ഷ്യത്തിലൊക്കെ എല്ലാവരും പറയുന്നത് പോലെ എനിക്കങ്ങനെ ഒരു ഇതൊന്നും വരുന്നില്ലല്ലോ എന്നിങ്ങനെ ഞാൻ വെറുതെ ചോദിക്കുമായിരുന്നു, വെറുതെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ വിസയ്ക്ക് വെച്ചപ്പോൾ ജൂലൈ 1 വെച്ച് 8 എനിക്ക് പാസ്പോർട്ട് കിട്ടി. ഫസ്റ്റ് റിജക്ഷൻ, എൻ്റെ പാസ്പോർട്ട് റിജക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് വേറെ റീസണൊന്നുമില്ല, ഞാൻ വെച്ച പേപ്പറുകൾ തന്നെ വീണ്ടും ചോദിച്ചുകൊണ്ട് എൻ്റെ വിസ റിജക്റ്റ് ആയിട്ട് വന്നു. അപ്പം എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, എന്നാലും വലിയൊരു വിഷമം തോന്നി. ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരുന്നു ഞാൻ വിസ കിട്ടുമെന്ന്. എന്നിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇത്തിരി കുറവായിരുന്നു, ഞാൻ ഇത്തിരി ഒന്ന് ഇതായി ഫ്രീ ആയി, ഇങ്ങനെ എനിക്ക് കിട്ടും എന്നുള്ള ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. മാതാവ് എൻ്റെ കൂടെയുണ്ട്, എനിക്ക് കിട്ടും എന്നുള്ള ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ മാതാവ് എന്നെ ഓർമ്മപ്പെടുത്തിയതാണ്, ഒന്നും കൂടി പ്രാർത്ഥിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തിയതാണെന്ന് വിചാരിച്ച് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വേറൊരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി VFS കൊച്ചിയിലും ഒക്കെ പോയി അവരോട് കുറേ റിക്വസ്റ്റ് ചെയ്തു, അപ്പോയിൻമെൻ്റ് ഒന്നും കിട്ടുന്നില്ല. ഏജൻസിക്കാർ തന്നെ എനിക്ക് വേറെ അപ്പോയിൻമെൻ്റ് എടുത്ത് തന്നു. അത് സെപ്റ്റംബർ 4 അങ്ങനെ അപ്പോഴും ഞാൻ ഉടമ്പടി ഫെബ്രുവരിയിൽ വന്ന് എടുത്ത ഉടമ്പടി എൻ്റെ കഴിഞ്ഞു, അത് പുതുക്കിയിട്ടില്ല എന്നുള്ള കാര്യം എൻ്റെ മനസ്സിൽ പോയില്ല. ഞാനിങ്ങനെയാണ് ചിന്തിച്ചത്, ഓരോ ഉടമ്പടി പുതുക്കി എടുക്കുന്നതിലല്ല, എടുത്ത ഉടമ്പടി മര്യാദയ്ക്ക് ചെയ്യുന്നതിലല്ലേ കാര്യം എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഉടമ്പടി ഞാൻ പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ വന്ന് എനിക്ക് എന്നാലും ഒരു ഭയങ്കരമായിട്ട് ടെൻഷനും സ്ട്രെസ്സും ഉണ്ട്, കാരണം വലിയ റീസണൊന്നുമില്ല. അപ്പോൾ എനിക്ക് സ്ട്രെസ്സ് കാരണം ഞാൻ ഇവിടെ വന്നു. അന്ന് ജോസഫ് അച്ഛനെ കാണണമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. അങ്ങനെ എനിക്ക് ജോസഫ് അച്ഛനെ കാണാനായിട്ട് പറ്റി. ഉടമ്പടി പുതുക്കിയിട്ടില്ലെങ്കിൽ പോലും മാതാവ് അനുവദിച്ചതുകൊണ്ടാണ് അന്ന് എനിക്ക് ജോസഫ് അച്ഛനെ ഈ ആൾത്താരയിൽ വന്ന് ജോസഫ് അച്ഛനെ കാണാനായിട്ട് പറ്റി. അങ്ങനെ ജോസഫ് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്കൊരു കാശുരൂപം തന്നു. അതിനുശേഷം വീണ്ടും സെപ്റ്റംബർ 4 ഞാൻ വീണ്ടും വിസയ്ക്ക് പോയി. അപ്പോൾ ഞാൻ കാശുരൂപം അതുപോലെ ഉടമ്പടി ഉപ്പും തൈലവും വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചൊക്കെയാണ് ഞാൻ വീണ്ടും സബ്മിറ്റ് ചെയ്തത്.
അതിനുശേഷം വീണ്ടും സെപ്റ്റംബർ 12 എൻ്റെ പാസ്പോർട്ട് കിട്ടിയപ്പം വീണ്ടും ഒരു ഇതായിട്ട് എൻ്റെ പാസ്പോർട്ടിൽ വേറൊരു കുട്ടിയുടെ വിസയാണ് എൻ്റെ പാസ്പോർട്ടിൽ അടിച്ചു വന്നേനെ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല, കാരണം മാതാവ് ഇതിലെന്തോ വിചാരിച്ചിട്ടുണ്ടെന്ന് എനിക്കപ്പോൾ തോന്നിയത്. വേറെ എനിക്ക് വലിയ ദുഃഖമൊന്നും തോന്നിയില്ല. കാരണം ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഗസ്റ്റ് 12 ഉടമ്പടി ധ്യാനം ഞാൻ കേൾക്കുമ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 പ്രാവശ്യം ഉടമ്പടി പുതുക്കിയ ആളുകളുടെ കാര്യങ്ങൾ 44 ദിവസത്തിനുള്ളിൽ സംഭവിക്കുമെന്ന്. അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് സെപ്റ്റംബർ 25 അതിൻ്റെ ഡേറ്റ്. അപ്പോൾ ഞാൻ ഉറപ്പിച്ച് വിചാരിച്ചിട്ടുണ്ടായി അതിനുള്ളിൽ എന്തെങ്കിലും മാതാവ് ഇതിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എനിക്ക് വലിയ കുലുക്കമൊന്നും തോന്നിയില്ല. വീണ്ടും ഞാൻ അവർക്ക് മെയിൽ അയച്ചു, ജർമ്മൻ കൗൺസിലേറ്റിന് മെയിൽ അയച്ചു. നെക്സ്റ്റ് ഡേ അവർ തിങ്കളാഴ്ച എനിക്ക് റിപ്ലൈ തന്നു, എൻ്റെ പാസ്പോർട്ട് റീസബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ കൊച്ചിയിൽ റീസബ്മിറ്റ് ചെയ്തു. ബാംഗ്ലൂർക്ക് കൊണ്ടുവരാൻ അവർ പറഞ്ഞു, പക്ഷേ ഞാൻ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് കൊച്ചിയിൽ റീസബ്മിറ്റ് ചെയ്തു. അപ്പോഴും ഞാൻ ഈ ഉടമ്പടി തൈലവും ഉപ്പൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാണ് എൻ്റെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അതിനുശേഷം പിന്നീട് 25-ാമത്തെ ദിവസമായി ഞാൻ കാത്തിരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞ 44 ദിവസത്തിൽ എൻ്റെ വിസ അടിച്ച് വന്നത് കാത്ത് ഞാൻ ഇരിക്കുകയാണ്. എന്നാലും ഞാൻ തളർന്നു പോയ സമയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആരുടെ മുന്നിലും ആളുകളുടെ മുന്നിൽ നിന്നിട്ട് ഞാൻ കരയില്ല. ഞാൻ റൂമിൽ പോയിരുന്നിട്ട് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കും. കാരണം ഞാൻ ഉള്ള ജോലി നഷ്ടപ്പെടുത്തിയാണ് വന്നത്. ഇനി എനിക്ക് ഇതും കൂടി റിജക്റ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ജോലിയില്ല, ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ. എൻ്റെ 3 കുട്ടികളുമുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ മാതാവിൻ്റെ അടുത്ത് ഞാൻ ആരും കാണാതെ കരയുമായിരുന്നു. അങ്ങനെ ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. പക്ഷേ 25-ാം തീയതി ആയപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അച്ഛൻ പറഞ്ഞ 25-ാം തീയതി സെപ്റ്റംബർ 25-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റ് ഇന്ന് കഴിയാണ്. അപ്പം മാതാവ് എൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഇല്ല. കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട മാതാവാണെങ്കിൽ നാളെ എനിക്കിതിനൊരു ഉണ്ടെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എനിക്ക് റിസൾട്ട് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞ്. അങ്ങനെ തന്നെ അന്ന് ഞാൻ ഒത്തിരി മാതാവായിട്ട് ഒത്തിരി ഇങ്ങനെ വഴക്കിട്ട് സംസാരിച്ച്. അതിനുശേഷം നെക്സ്റ്റ് ഡേയിൽ തന്നെ 26-ാം തീയതി എനിക്ക് ഒരു മെസ്സേജ് വരാണ്, നിങ്ങളുടെ പാസ്പോർട്ട് ഡെസ്പാച്ച് ആയി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി 25-ാം തീയതിക്കുള്ളിൽ എൻ്റെ കാര്യം നടന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ 26-ാം തീയതി ഒരിക്കലും ഡെസ്പാച്ച് ആയി എന്ന് പറഞ്ഞ മെസ്സേജ് വരില്ല. അങ്ങനെ 28-ാം തീയതി ആയപ്പോൾ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി. എൻ്റെ വിസ അടിച്ച് എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം മാതാവ്, കൃപാസനം മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് പത്രം വാങ്ങി ഞാൻ പോകുന്ന വഴികളിലും ബസ് സ്റ്റാൻഡിലും അല്ലെങ്കിൽ ഓട്ടോക്കാർക്കും അല്ലെങ്കിൽ ഞാൻ ബസ്സിൽ പോകുമ്പോൾ ബസ്സിലിരിക്കുന്നവർക്കും പിന്നെ ഖത്തറിലായിരുന്നപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിന് എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കും. ഞാൻ പറഞ്ഞിട്ടാണ് കുറേ കുട്ടികളൊക്കെ കൃപാസനത്തിനെ പറ്റി അറിയാനും അവർ വീണ്ടും അതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഉടമ്പടി എടുക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഇതിൽ വഴി അച്ഛൻ്റെ ധ്യാനം ഷെയർ ചെയ്യും, അതുപോലെ സ്റ്റാറ്റസിൽ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, ഗ്രേസ് എന്ന് പറഞ്ഞ ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാറ്റസ് ഞാൻ ഡൗൺ ചെയ്തുകൊണ്ട് ഞാൻ അവിടെ പോയി ആ ഓൾഡ് ഏജ് ഹോമിലുള്ള അമ്മമാർക്ക് വേണ്ടി അവരുടെ റൂം ക്ലീൻ ചെയ്ത് കൊടുക്കുകയും അവർക്ക് ചായ എടുത്ത് കൊടുക്കുകയും നഖം വെട്ടി കൊടുക്കുകയും അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സംസാരിക്കുമ്പോൾ അത് കേട്ടിരിക്കുകയും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ അവർക്ക് ഫുഡ് ഒരു സമയത്ത് ഫുഡ് ഓർഡർ ചെയ്ത് അത് കൊടുക്കാനും അങ്ങനെ. പിന്നെ എന്നോട് സഹായം ചോദിക്കുന്നത് ഇപ്പോൾ ജർമ്മൻ്റെ തന്നെയാണെങ്കിലും ആരെങ്കിലും എന്നോട് എന്തെങ്കിലും സംശയം ചോദിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ അത് കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനും അങ്ങനെയുള്ള കാരുണ്യപ്രവൃത്തികളും എല്ലാം ഞാൻ ചെയ്തിരുന്നു. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് നൽകിയ കൃപാസന അമ്മയ്ക്കും ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിജി രാജു, എൻ്റെ മകൾ ഹന്ന രാജു. ഞങ്ങൾ പെരുമ്പാവൂർ വല്ലം സെൻറ്റ് തെരേസസ് ഫൊറോന ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഞാൻ ജനുവരി 8, 2025 ഉടമ്പടി എടുത്തത്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ മകൾക്ക് ഡിസംബർ ക്രിസ്മസിൻ്റെ ആ ദിവസം ഒരു പനി വന്ന് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തൊട്ടടുത്ത ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത്, പെരുമ്പാവൂർ. അവിടെ ചെന്ന് മരുന്നെടുത്ത് വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വീണ്ടും അവൾക്ക് വയ്യാതെയായി. പെട്ടെന്ന് ആൾ പറയുന്നതൊന്നും സ്ഥിരമല്ലാത്ത പോലെയായി. വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. അന്ന് രാത്രിയും ഇവൾ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടറെയൊക്കെ വരുത്തി നേരം വെളുത്ത് ഡോക്ടർ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഒന്നുകിൽ രാജഗിരി അല്ലെങ്കിൽ ലിസിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ലിസിയിലേക്ക് ആംബുലൻസിലാണ് കൊണ്ടുവന്ന് പെട്ടെന്ന് എത്താനായിട്ട്. ലിസി ഹോസ്പിറ്റലിൽ വന്ന് അവർ പരിശോധിച്ചപ്പോഴൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്, പക്ഷേ അവൾ പറയുന്നത് എന്താണെന്ന് അവൾക്ക് അറിയാൻ പാടില്ല. അങ്ങനെ അവർ MRI ചെയ്തു. MRI ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആഡം എന്ന് പറയുന്ന ഒരു അസുഖം, ADEM, അതായത് തലച്ചോറിനും സ്പൈനൽ കോഡിനും ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് രണ്ടും ഇവൾക്ക് നന്നായിട്ട് ബാധിച്ചു. സ്പൈനൽ കോഡിന് ബാധിച്ചത് കൊണ്ടാണ് പെട്ടെന്ന് ആൾ ഫ്ലാറ്റായത്, അതായത് പാരലൈസ്ഡ് ആയിപ്പോയി. പിന്നെ സംസാരിക്കാൻ പറ്റില്ല.
കൈയും കാലമൊന്നും അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മോളെ കൊണ്ടുപോയി. അങ്ങനെ മോളെ ICU വെൻറ്റിലേറ്ററിൽ കണക്ട് ചെയ്തു. കാരണം പെട്ടെന്ന് എപ്പോൾ സംഭവിക്കുക, എന്തെങ്കിലും സംഭവിക്കുകയോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് വെൻറ്റിലേറ്ററും കണക്ട് ചെയ്തു. പീഡിയാട്രിക് ICUയിൽ അവളെ കയറ്റി. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചി കാശുരൂപം കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യിൽ തന്നു. ഞാനും ചേട്ടന് കാശുരൂപം വെച്ച് നേരം വെളുക്കുന്നവരെ പ്രാർത്ഥിക്കുമായിരുന്നു. മോളുടെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ അസുഖത്തിന് 6 മാസം ചിലപ്പോൾ 1 വർഷം വരെ ഇങ്ങനെ പാരലൈസ്ഡായിട്ട് കിടക്കും. ചിലപ്പോൾ പെട്ടെന്ന് റിക്കവറായി പോരുകയും ചെയ്യും. നമുക്ക് 3, 5 ഈ ദിവസങ്ങളിലാണ് നമുക്ക് ഏകദേശം ഇവൾക്ക് ഇങ്ങനെ പെട്ടെന്ന് വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്നറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മെഡിസിനോടൊക്കെ റിയാക്റ്റ് ചെയ്യണം. MRIയുടെ റിസൾട്ട് വന്ന് അന്ന് തന്നെ മെഡിസിൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ മെഡിസിനൊക്കെ ഭയങ്കര കോസ്റ്റിലാണ്. അപ്പോൾ ഡോക്ടർ വെച്ച് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ, ഇത് നല്ല കോസ്റ്റ്ലിയുള്ള മരുന്നുകളാണെന്ന് വെച്ചു. അപ്പോൾ കാശിൻ്റെ കാര്യം നോക്കണ്ട, ഡോക്ടർ അത് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഒന്നിനോട് ഇവൾ പ്രതികരിക്കുന്നുണ്ടായില്ല. ആളെ ഇടയ്ക്ക് കണ്ണു തുറക്കുമെങ്കിലും നമ്മളൊന്നും മനസ്സിലാവോ അങ്ങനെയോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി. ഈ ചേച്ചി നന്നായി കാശുരൂപം വെച്ച് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും. ഓരോ ദിവസം നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ മോൾക്ക് വല്ല വ്യത്യാസമുണ്ടോ എന്ന് നോക്കും. പക്ഷേ ഡോക്ടർ പറയും ഒരു വ്യത്യാസമില്ല, അങ്ങനെ തന്നെയാണ് എന്ന് പറയും. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. അപ്പം ചേട്ടൻ്റെ മകൾ ഡോക്ടറാണ്. അപ്പോൾ പറഞ്ഞു നമുക്കിനി ഇവിടെ കിടത്തണോ, രാജഗിരിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ്റെ മോള് മറ്റ് ഡോക്ടർമാരായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ പറഞ്ഞു എവിടെ ചെന്നാലും ഈ ട്രീറ്റ്മെൻറ്റാണ്, ഇത് കുറച്ച് ദിവസം കിടക്കും, ചിലപ്പോൾ മോള് റിയാക്ട് ചെയ്യണം. പിന്നെ ഈ ഒരു അവസ്ഥയിൽ വെൻറ്റിലേറ്റർ കണക്ഷനോടുകൂടി മോളെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ സാധിക്കില്ല, അതുകൊണ്ട് നമുക്കിവിടെ തന്നെ തുടരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ 3 ദിവസം ഞങ്ങൾ പീഡിയാട്രിക് ICUയിൽ കിടന്നു. അതിന് ശേഷം ഇവൾക്ക് ഇനി എയർ ബെഡിൽ കിടത്തണം. അപ്പോൾ അതുകൊണ്ട് ന്യൂറോ ICUയിലേക്ക് മാറ്റി. ആ മാറ്റുന്ന സമയത്ത് അവിടെ ചാപ്പലുണ്ട്. അപ്പം ഞാൻ നിത്യാരാധന കേന്ദ്രമുള്ള, അപ്പോൾ എപ്പോഴും ഞാൻ അവിടെ പോയിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ മോളുടെ അടുത്തേക്ക് എപ്പോഴും ICUയിലായതുകൊണ്ട് നമ്മൾ കയറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ഇരുന്നാണ് എപ്പോഴും ഞാൻ ഇരിക്കാറ്. അപ്പോൾ ആ പീഡിയാട്രിക് ICUന്ന് മാറ്റിയപ്പോൾ ഓൾറെഡി ഞാൻ പോയില്ല മോളെ ഇറക്കണത് കാണാനായിട്ട്. അതിനെ ന്യൂറോ ICUയിലേക്ക് മാറ്റി. അപ്പം ഞാൻ എല്ലാവരും എന്നോട് പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുക്കും, മോൾക്ക് വ്യത്യാസം വരും എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ചെറിയൊരു വ്യത്യാസം മുകളിൽ കാണിച്ചാൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാം അങ്ങനെ പറഞ്ഞു. അങ്ങനെ ന്യൂറോ ICUയിലേക്ക് മാറ്റിയതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എപ്പോഴും നമ്മൾ മകളെ വിളിച്ചുകൊണ്ടിരിക്കണം, കാരണം വിളിച്ച് അവളൊരു അനങ്ങിയാലാണ് അവൾക്ക് ഇങ്ങനെ ബോധം വരുള്ളൂ, എപ്പോഴും സെഡേഷനിലാണ്. അങ്ങനെ ഞാൻ ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ അവൾ പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്തു, എന്നെ കണ്ടു. ആ ഒരു ഇതിൽ അവൾ ഒത്തിരി കരഞ്ഞു, അതുപോലെ തന്നെ ഞാനും കരഞ്ഞു. പക്ഷെ അതൊരു നിമിഷം മാത്രം, പിന്നെ അത് അവൾക്ക് അതിൽ ഓർമ്മയോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു നമുക്ക് വന്ന് ഉടമ്പടി എടുക്കാം. അങ്ങനെ പിറ്റേ ദിവസം വന്ന് ഞാനും ചേച്ചിയോടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഹോസ്പിറ്റലായതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനും ഇതൊക്കെ വെച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞാനും ചേട്ടനും രാത്രി പോയി തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെയും വൈകിട്ടും അവിടുത്തെ ചാപ്പലിൽ കുർബാനയും കൂടുമായിരുന്നു. എപ്പോഴും നമ്മൾ ICUയിലേക്ക് കടത്തില്ലല്ലോ. അപ്പോൾ ഒത്തിരി സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ഉണ്ട് അവിടെ, എപ്പോഴും മോളുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും. പക്ഷേ അവരൊക്കെ തിരിച്ചു പോകുമ്പോൾ നമ്മളെ നോക്കാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് അവർ പ്രാർത്ഥിച്ച് അങ്ങനെ പോകുമായിരുന്നു. എല്ലാവരും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കാരണം പെട്ടെന്ന് അങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം അവിടെ ചെന്ന് ഞാൻ മോളോട് വീട്ടിൽ ചെന്ന് പറഞ്ഞു. അവൾക്ക് ഓർമ്മയൊന്നുമില്ല, എന്നാലും പറഞ്ഞു ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, മോൾക്ക് ഒരു കുഴപ്പം വരത്തില്ല, മാതാവ് ഇനി മോൾ പേടിക്കേണ്ട, മാതാവ് മോൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ വെച്ച് ഞാൻ എന്നും തൈലമൊക്കെ പൂശി പ്രാർത്ഥിക്കായിരുന്നു. ഉപ്പ് ഇവളുടെ ICU ബെഡിൽ വിതറായിരുന്നു. അങ്ങനെ അവൾ പതിയെ വലത്ത് കൈ ആദ്യം അനക്കി, അത് കഴിഞ്ഞ് ഇടത്തെ കാലും അനക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം അവൾ വ്യത്യാസം വരുത്തുന്നുണ്ട്, കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോയപ്പോൾ അവൾ മരുന്നിനോടൊക്കെ പ്രതികരിച്ചു തുടങ്ങി, ഇവൾ റിക്കവറായി പോരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇവളുടെ മുഖത്താണ് മൊത്തം ട്യൂബുകളൊക്കെ ഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് റെറ്റ്യൂസ്മി എന്ന് പറഞ്ഞ സംഭവം തൊണ്ടയിൽ ചെയ്തു. അതായത് തൊണ്ടയിൽ നേരിട്ട് വെൻറ്റിലേറ്ററും ഓക്സിജൻ ട്യൂബൊക്കെ പിടിപ്പിച്ചു. അതുകൊണ്ട് പിന്നെ ഇനി അവൾ പിന്നെ സംസാരിക്കില്ല, ഇനി അത് അടച്ചാൽ മാത്രമേ അവൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് തൈലമൊക്കെ പറ്റി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതിൻ്റെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവളെ പതിയെ കസേരയിൽ എണിപ്പിച്ചിരുത്തി. അവിടുത്തെ സിസ്റ്റേഴ്സ് നഴ്സുമാർ എഴുന്നേൽപ്പിച്ചിരുത്തി. അപ്പോൾ പതിയെ ഇരിക്കെങ്കിലും നമ്മൾ സപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവൾ ഇഴുകി താഴെ പോകുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കൊച്ചല്ലേ, അതുകൊണ്ട് നമ്മൾ ഒരുപാട് നാളും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല, അപ്പോൾ നമുക്ക് വേഗം തന്നെ അടുത്ത കോഴ്സ് തുടങ്ങും. ഒരു പ്ലാസ്മ ഫെറിസ് എന്ന് പറഞ്ഞൊരു ഡയാലിസിസ് ഉണ്ട്. അത് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്തിട്ട് പുതിയ ബ്ലഡ് കയറ്റുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു വേണ്ട, അത് കയറ്റേണ്ട, മാതാവ് അവളെ നടത്തിച്ചോളും, അത് ഇത്തിരി റിസ്ക് പിടിച്ചതാണ്, കാരണം ലിവറിനൊക്കെ ചിലപ്പോൾ കോംപ്ലിക്കേഷൻ വരും.
അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു നമുക്ക് അച്ഛനെ വിളിച്ച് നോക്കാം, അച്ഛനെ നാളെ കാണാൻ പറ്റുമോ. അങ്ങനെ ഞങ്ങൾ വിളിച്ച് നോക്കി പറഞ്ഞു കുഴപ്പമില്ല, അച്ഛനെ വന്ന് കാണാം, ഫോട്ടോ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പക്ഷേ വെൻറ്റിലേറ്ററിൽ കിടന്ന ഫോട്ടോ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. എങ്കിലും ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇവർ ഫോട്ടോ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മോളെ അഡ്മിറ്റ് ആക്കിയപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ കൊടുന്ന് ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അച്ഛൻ കൈവയ്പ്പ് സൂക്ഷിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മോള് സംസാരിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ എന്നെ ഇങ്ങനെ കണ്ണടച്ച് കാട്ടി അങ്ങനെ എനിക്ക് കാശ് രൂപ അച്ഛൻ പ്രാർത്ഥിച്ചു തന്നു. അത് ഞാൻ കൊണ്ടുവന്ന് ഇവളുടെ കൊന്തയിൽ കയ്യിലിടിക്കാൻ പറ്റുള്ളൂ. ആ കയ്യിലിടിച്ച് പിന്നെ പിറ്റേ ദിവസം തന്നെ ഡോക്ടർ രാവിലെ റൗണ്ട്സിന് വന്നപ്പോൾ പറഞ്ഞു നമുക്ക് പ്ലാസ്മ പരിസ്ഥിതി ഡയാലിസിസ് വേണ്ട, മോള് കാലനക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എനിറ്റിരിക്കാനും നമ്മൾ സഹായം ഉണ്ടെങ്കിലും കൈയും കാലൊക്കെ അനക്കാനും തുടങ്ങി. പിന്നെ 27 ദിവസം ഞങ്ങൾ ICU വെൻറ്റിലേറ്ററിൽ കിടന്നു. പിറ്റേ ദിവസം ഞങ്ങൾ റൂമിലേക്ക് കടത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ഒപ്പം അവളെ 2 കൈയും പിടിച്ച് നടത്തിക്കാനും ഇതിനൊക്കെ നോക്കി. പെട്ടെന്ന് മാതാവ് ഓരോ അനുഗ്രഹങ്ങളാണ് മോൾക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മോൾക്ക് ഓർമ്മ വന്നപ്പോൾ തുടങ്ങി മോള് മാതാവിനെ കുറിച്ച് പ്രാർത്ഥിക്കാനും ഞങ്ങളോട് ചോദിക്കാനും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും മോളെ മാതാവ് കൂടെയുണ്ട്, മോള് പേടിക്കണ്ട, നമുക്ക് ഇത്രയും തന്നില്ലേ, ഇനി മാതാവ് മോളെ നടത്തിച്ചോളും. പിന്നെ മോളെ SSLC ആയിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ SSLC എഴുതാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല, കാരണം പാരലൈസ്ഡ് കൈയൊന്നും അനങ്ങില്ല. വലത്തെ കൈ അനങ്ങുന്നെങ്കിലും എഴുതുമ്പോൾ പേരൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ മിസ്സ് പറഞ്ഞു സാരമില്ല, നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം, സ്ക്രൈബ് വെച്ച് എഴുതുന്നുണ്ടെങ്കിൽ എഴുതട്ടെ, കൊല്ലം കളയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് റിക്കവർ ആയതിനു ശേഷം ഇവൾ പറയും ഞാൻ തന്നെ SSLC എഴുതുമ്പോൾ എൻ്റെ പരീക്ഷ ആരും എഴുതണ്ട, എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ എഴുതും, എനിക്ക് മാതാവ് ഇത്രയും തന്നില്ല, അനുഗ്രഹം കൂടി എനിക്ക് മാതാവ് തരും. ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. 1 മാസം കറക്റ്റ് ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചോളൂ, എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോഴത്തേക്കും എൻ്റെ മോള് പരമാവധി നടക്കാൻ കഴിയണം, ഞങ്ങളോട് സഹായിച്ചെങ്കിലും മകൾ നടക്കണം, അതേപോലെ സംസാരിക്കണം. അപ്പോൾ ഇവൾക്ക് ഈ തൊണ്ടയിൽ ഇത് ചെയ്തുകൊണ്ട് ഡോക്ടർ അത് അടച്ചാൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവൾ പെട്ടെന്ന് റിക്കവർ ആയത് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്കത് അടയ്ക്കാം, അവൾക്ക് കുഴപ്പമില്ല. എൻഡോസ്കോപ്പി ചെയ്യാൻ നോക്കിയപ്പോൾ അവൾ സമ്മതിച്ചില്ല. അങ്ങനെ ഡോക്ടർ നേരിട്ട് ഭക്ഷണം കൊടുത്തു, അവളത് കഴിച്ചു. അന്ന് തന്നെ അത് അടയ്ക്കുകയും ചെയ്തു. പിന്നെ അവൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അപ്പോൾ 1 മാസം ട്യൂബിക്കോടെ ആയിരുന്നു ഭക്ഷണം, വേറെ ഒന്നും തന്നെ അവൾ ഭക്ഷിച്ചിട്ടില്ല. പിന്നെ ഇത് അടച്ച പിന്നെ അവൾക്ക് ചെറുതായിട്ട് കഞ്ഞി കൊടുക്കും. പിന്നെ അവൾ സംസാരിച്ചു. അപ്പോൾ അത് അടച്ചപ്പോൾ തന്നെ അവൾ സംസാരിച്ചു. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് 1 മാസം ഞങ്ങൾ ICUയിൽ കിടന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് 6 മാസം പിന്നെ അഥവാ അല്ലെങ്കിൽ നമ്മൾ പാലിയേറ്റീവിൽ പോകണം, പാലിയേറ്റീവ് കിടത്തി ഇവളെ നോക്കണം, ചിലപ്പോൾ 1 വർഷം കിടക്കേണ്ടി വരും, കാരണം മോളുടെ അവസ്ഥ കണ്ടിട്ട് അങ്ങനെയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ തന്നെ അതിശയിച്ചു പോയി, ഇങ്ങനെ ഒരു കേസ് തന്നെ അവിടെ വന്നിട്ടില്ല. ഇതിന് മുമ്പ് 3-5 കേസുകൾ ഇങ്ങനെ പിള്ളേർക്ക് വന്നിട്ടുണ്ട്, അത്ര അധികം വരണ അസുഖമല്ല അത്. പക്ഷേ ആ പിള്ളേർ ചിലവരൊക്കെ പെട്ടെന്ന് റിക്കവറായി, ചിലവർ ഇങ്ങനെ ഇപ്പോഴും ഇതുണ്ട്. ഈ മോള് പക്ഷേ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതമാണ് നടന്നതാണ്. അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്ന് മോൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാൻ പതുക്കെ പറഞ്ഞ് അവൾ തന്നെ റിക്കവറായി, അവൾ തന്നെ SSLC എഴുതാൻ അവൾ തന്നെ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് ടീച്ചർമാരും എല്ലാവരും വന്ന് സഹായിച്ച് അങ്ങനെ അവൾ SSLC എഴുതി. സ്ക്രൈബ് വെച്ചെങ്കിലും അവൾ സ്ക്രൈബിൻ്റെ ആവശ്യമില്ലാതെ തന്നെ SSLC എഴുതി. ആ കറക്റ്റ് ടൈമിങ്ങിന് തന്നെ എക്സാമൊക്കെ തീർത്തു. SSLC റിസൾട്ട് അവൾ നല്ല മാർക്കോട് പാസ്സായി. 3A+, 6A, 1 B+ഓടുകൂടി മോൾ പാസ്സായി. ആരും ഒട്ടും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ മോൾ ഇത്രയും എഴുതുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഒത്തിരി അനുഗ്രഹമാണ് മാതാവ് ഞങ്ങൾക്ക് തന്നത്. എല്ലാ അനുഗ്രഹത്തിനും മാതാവിനും ഈശോയ്ക്ക് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഞാൻ പത്രം കൊടുക്കും, അപ്പോൾ ചേട്ടൻ കൊടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും പക്ഷേ ചേട്ടനും കൂടി എടുത്തുകൊണ്ട് പോയി. ഞങ്ങൾ 2 പേരും കൂടിയാണ് പത്രമൊക്കെ കൊണ്ടു കൊടുക്കാറ്. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ വയ്യാണ്ട് കിടക്കുന്നവർക്ക് സഹായിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കും. പിന്നെ വയ്യാണ്ട് കിടക്കുന്ന അവിടെയൊക്കെ പോയി അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവരെ കാണുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ ഒത്തിരി നന്ദി പറയാറുണ്ട്. പിന്നെ ഈ ലോകം മുഴുവൻ ഒത്തിരി, കാരണം മോളുടെ ഇത് ഒത്തിരി വൈറലായതായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥനയിലായിരുന്നു. ആ പ്രാർത്ഥന ഒന്നുകൊണ്ടും മാതാവിൻ്റെ അനുകൊണ്ടും വന്നുകൊണ്ടും മാത്രമാണ് ഞങ്ങൾക്ക് മോളെ കിട്ടിയത്. അല്ലെങ്കിൽ ഒരിക്കൽ പോലും ആരും തന്നെ പ്രതീക്ഷിച്ചല്ല മോളെ നമുക്ക് തിരിച്ച് കിട്ടുമെന്ന്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തിക സഹായം ഒത്തിരി കോസ്റ്റ്ലി ആയിരുന്നു പറഞ്ഞു. പക്ഷെ നമ്മുടെ കയ്യിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓരോ ദിവസം ബില്ലടയ്ക്കുന്ന സമയം വരുമ്പോഴത്തേക്കും നമുക്ക് എവിടെന്നെങ്കിലും പൈസ കിട്ടുമായിരുന്നു. അങ്ങനെ 2 ദിവസം കൂടുമ്പോൾ ബില്ലടയ്ക്കണമായിരുന്നു. അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ അതും അടച്ചു പോന്നിരുന്നു. അത്രയും വലിയ സഹായം അനുഗ്രഹം നമുക്ക് മാതാവ് ഒക്കെ ചെയ്യിക്കാറുണ്ട്. അതുപോലെ ICUയിൽ കിടക്കുന്ന മക്കളായാലും ഇവളുടെ സ്കൂളിലെ പ്രിൻസിപ്പളായാലും ഒത്തിരി അനുഗ്രഹം. പ്രിൻസിപ്പൾ പറയുമായിരുന്നു നമുക്ക് നമ്മുടെ സ്വന്തം നല്ലല്ലോ മകൾ, നമുക്ക് ഈശോ തന്ന മകളല്ലേ, അപ്പോൾ ഈശോ നോക്കിക്കോളും, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ പ്രിൻസിപ്പൾ എപ്പോഴും പറയുമായിരുന്നു. എല്ലാവർക്കും ഇത്രയും അനുഗ്രഹം മാതാവിന് ഈശോയ്ക്ക് ഞങ്ങൾ ഒത്തിരി നന്ദി പറയും. ഞാൻ ബെഡ് റിഡൻ ആയിരുന്നപ്പോൾ അമ്മ കൈമയും കാലുമയും ഒക്കെ എപ്പോഴും തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു.
അതുപോലെ തന്നെ SSLC ഒന്നും എഴുതാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എങ്കിൽ കൂടി എനിക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ പറ്റി. ഇത്രയും അനുഗ്രഹം നൽകിയ ഈശോയ്ക്ക് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 7/7/2024. ഇതെൻ്റെ 4ാമത്തെ പുതുക്കലാണ്. അമ്മ മാതാവിനോട് ചോദിച്ച എല്ലാ കാര്യങ്ങളും തിരുകുമാരനുമായി പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നു. ഞാൻ എൻ്റെ 1ാമത്തെ ഉടമ്പടിയിൽ എൻ്റെ മകനാണ് ഇവിടെ നിൽക്കുന്നത്, ജിതിൻ. എൻ്റെ മകന് ഒരു സർക്കാർ ജോലിയെക്കുറിച്ചാണ് ഉടമ്പടി വെച്ചിരുന്നത്. ആ ഉടമ്പടിയിൽ അവൻ KSEB സബ് എഞ്ചിനീയറായിട്ട് പരീക്ഷ എഴുതിയിരുന്നു. റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിലും ഒരുപാട് പിറകിലായിരുന്നു. അപ്പോൾ യാതൊരു കാരണവശാലും കിട്ടാനുള്ള സാധ്യതയില്ല. 2 പ്രാവശ്യം അതിൽ നിന്ന് ആളുകളെ എടുത്തെങ്കിലും പിന്നീട് അങ്ങോട്ട് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. പക്ഷേ 3ാമത്തെ ഉടമ്പടി മെയ് മാസത്തിൽ ഞങ്ങൾ 3ാമത്തെ ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കിയ സമയത്ത് ഈ ഉടമ്പടിക്കാലം തീരുന്നതിന് മുമ്പായിട്ട് ജോലിയെക്കുറിച്ചൊരു അറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടണേ എന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ആ ഉടമ്പടിക്കാലം തീരുന്നതിന് മുമ്പ് 2 മാസമായപ്പോഴേക്കും നമുക്ക് സർക്കാരിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുകയുണ്ടായി. അവനെയും സെലക്ട് ചെയ്തു എന്നുള്ളൊരു സെലക്ഷൻ മെമ്മോ കിട്ടുകയുണ്ടായി. അതിന് അമ്മ മാതാവിനോടും തിരുകുമാരനോടും 1000 നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ് എനിക്കൊരു വീട് വേണമെന്നുള്ള കാര്യം. ആ വീട് വെക്കുന്നതിന് യാതൊരു മാർഗവുമില്ലാതെ എന്ത് കണ്ടുകൊണ്ടാണ് ഒരു വീടൊക്കെ പൂർത്തിയാക്കണമെങ്കിൽ ഒരുപാട് സാമ്പത്തികം വേണമല്ലോ. സാമ്പത്തികം ഒന്നും കയ്യിൽ കാണാതെ ഒരു വീടിന് എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കുകയും അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുമായിരുന്നു. ഞാൻ ഒരുപാട് മാനസികമായി വിഷമിച്ചിരുന്ന ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് അമ്മയോടുള്ള പ്രാർത്ഥനയിൽ ആ ഉടമ്പടിയിൽ എനിക്ക് ഒരു വീടിൻ്റെ ആരംഭം തുടങ്ങാൻ എനിക്ക് കാരണമായി. ഞാനിപ്പോൾ ആ വീടിന് അമ്മയുടെ അനുഗ്രഹത്താൽ ആ വീടിന് തറ കെട്ടിയിട്ടുണ്ട്. അതും അമ്മയുടെ അനുഗ്രഹം കൊണ്ടുണ്ടായ ഒരു വലിയ കാര്യമാണ്. ഞങ്ങൾ 4 പേരും എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ, എൻ്റെ അനിയത്തി, എൻ്റെ മകൻ 3 പേരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1ാമത്തെ ഉടമ്പടി സമയത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോൾ ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ നമ്മളെന്നും പോകാത്ത ഒരു വഴിയിൽ കൂടി അന്നത്തെ ദിവസം സ്കൂളിൽ പോവുകയുണ്ടായി. എൻ്റെ ഹസ്ബൻഡാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ ആ വഴിയിൽ ഒരു ഹമ്പുണ്ടായിരുന്നു. അതിന് സിഗ്നലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അത് കയറി കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ പുറകിൽ നിന്ന് കൈവിട്ട് തെറിച്ച് ആ റോഡിലേക്ക് പോയി. പക്ഷേ എന്നെ 2 കൈകളിലും എടുത്ത് റോഡിലോട്ട് കൊണ്ടുവെക്കുന്നൊരു ആ ഒരു അനുഭവമായിരുന്നു എനിക്ക് പറ്റിയത്. ഞാൻ തെറിച്ച് വന്ന് വീണ ആ ഒരു സമയത്ത് ഞാൻ ഓർത്തു എൻ്റെ ഈ താടിയെല്ലാം സെറ്റോട് ഇളകിപ്പോയതായിരിക്കുമെന്ന്. ഞാൻ എഴുന്നേറ്റിട്ട് ഇങ്ങനെ തപ്പി നോക്കിയത് ഇവിടെ ഉണ്ടോയെന്നാണ്. പക്ഷേ എനിക്ക് അവിടെ എങ്ങും ഒന്നും പറ്റിയില്ല. കൈയുടെ മുട്ടിനും കാലിൻ്റെ മുട്ടിനും ചെറിയ ഒരു ഉരവ് മാത്രമേ സംഭവിച്ചുള്ളൂ. അത് ആ ഉടമ്പടി കാലത്ത് അമ്മ എന്നെ രക്ഷിച്ചതാണ്. അതുപോലെ സ്കൂളിലെ HM ആണ്, ഹെഡ് മിസ്ട്രസ്സാണ് ഞാൻ. സ്കൂളിലെ ഓരോരോ ചില പ്രശ്ന സമയത്തൊക്കെ അമ്മയുടെ ഈ ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്. ആ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ഒരു പ്രശ്നങ്ങളിലും പെടാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ സ്കൂളിൽ വരുന്ന എൻ്റെ കുട്ടികളുടെ രക്ഷിതാക്കളോടും അതേപോലെ തന്നെ ഞാനുമായിട്ട് പരിചയപ്പെടുന്ന വേറെ ചിലരൊക്കെ ദുഃഖങ്ങൾ ഞാനുമായിട്ട് പങ്കുവെക്കുന്ന സമയത്തൊക്കെ ഞാൻ അവരോട് ഈ കൃപാസനത്തെ പറ്റി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ മെയ് മാസത്തിൽ ഒരു വിനോദയാത്ര പോയി. അപ്പം വണ്ടിയിൽ കൃപാസനത്തിലെ പത്രം കൂടി എടുത്തു വച്ചിരുന്നു, എല്ലാവർക്കും കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ ആ പത്രത്തിൽ കുറച്ച് വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ 2ാമത്തെ ദിവസം റൂം കിട്ടാഞ്ഞതുകൊണ്ട് ഞങ്ങൾ എറണാകുളത്തു നിന്നും നേരെ വീട്ടിലേക്ക് ഇനി പുറപ്പെട്ടു. അപ്പോൾ ഒരു 12:30 കാണും. ഏതാ സ്ഥലമെന്ന് എനിക്ക് അന്നേരം ആ സമയത്ത് അറിയത്തില്ല. ഓടിച്ചിരുന്നത് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് വണ്ടി ഓടിച്ചിരുന്നത്. ആ 12:30 ആയ സമയത്ത് ഏതോ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും കണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് അടഞ്ഞു പോയി. വണ്ടി കയ്യിൽ നിന്നും പാളി വലതുവശത്തേക്ക് അങ്ങ് പോയി. അപ്പോൾ വണ്ടിയിൽ 2 അടി അടിക്കുന്ന സൗണ്ട് കേട്ട് പെട്ടെന്ന് ഞങ്ങൾ ഞെട്ടി ഉണർന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഏതെങ്കിലും വണ്ടിയെ ചെന്ന് ഇടിച്ചതായിരിക്കും. കാറിൻ്റെ ഗ്ലാസ് എല്ലാം ഇളകിപ്പോയ പോലെ എനിക്ക് കണ്ണു തുറന്നപ്പോൾ തോന്നി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. വണ്ടി പാളിപ്പോകാൻ നേരത്ത് അമ്മ ശബ്ദം ഉണ്ടാക്കി ഞങ്ങളെ
രക്ഷിച്ചതാണ്. കാരണം അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് മാറ്റി നിർത്തി വണ്ടി നോക്കിയപ്പോൾ പാലത്തേലാണ്. പാലത്തിൻ്റെ കൈവരി തകർത്ത് വെള്ളത്തിലേക്ക് വീഴാൻ പോകുന്ന ഒരു അവസ്ഥയിലാണ് വണ്ടി അവിടെ ചവിട്ടി നിർത്തിയത്. ഇതെല്ലാം തിരുകുമാരൻ്റെയും അനുഗ്രഹവും കൃപ കൊണ്ടും ആണ് ഞങ്ങൾക്കിത് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ അനുജത്തിക്കും ഇതുപോലെ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവളുടെ കയ്യിലോട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഈ പത്രം ഞാൻ യാത്ര ചെയ്യുന്ന ബസ്സിലും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ വീടുകളിലുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടുകളിലൊക്കെ കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് ഇത് കൊടുക്കുമ്പോൾ അവർ നമ്മളെ ഒരുപാട് കളിയാക്കുമായിരുന്നു. നിങ്ങളെന്തിനാ ഇങ്ങനെ ഇതൊക്കെ കൊടുക്കാൻ പോകുന്നത്, ഞങ്ങളെ ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പക്ഷേ അവരിൽ ചിലരൊക്കെ വീണ്ടും ചോദിച്ച് പത്രം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ അന്നദാനം നടത്തും. അനാഥാലയങ്ങളിലേക്ക് അരി, പച്ചക്കറി, ബ്രെഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ തന്നെ ഒരുപാട് വിഷമിച്ച് നമ്മളോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നവരോട് അവരോട് സന്തോഷത്തോടെ സമാധാനിപ്പിച്ച് അവരോട് സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ എൻ്റെ സ്കൂളിലെ അച്ഛൻ ഒക്കെ മരണപ്പെട്ട കുട്ടികളുടെ വീട്ടിലേക്കുള്ള അരിയും മറ്റു പലവ്യഞ്ജന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും. അവർക്കുള്ള കുട്ടിക്കുള്ള ഡ്രസ്സ്, പിന്നെ എന്തെങ്കിലും കാരണവശാൽ അവർക്ക് എന്തിനെങ്കിലും പൈസ തരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത് അവരോട് വേണ്ടാന്ന് വെക്കുകയും അത് നമ്മളായിട്ട് ചെയ്യുകയും, അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടിയുണ്ട്, അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതെല്ലാം അമ്മ മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും അനുഗ്രഹത്താലും കൃപയാലുമാണ് എനിക്ക് അതൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ അനിയത്തിയുടെ കയ്യിലോട്ടൂടെ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഞങ്ങളും ഈ പറഞ്ഞതുപോലെ 2024 ജൂലൈ മാസത്തിലായിരുന്നു ഉടമ്പടി എടുത്തത്. ഞങ്ങൾക്ക് ഞാനും ചേച്ചിയുടെ മോൻ്റെ ജോലിക്ക് വേണ്ടി ഉടമ്പടി വെച്ചിരുന്നു. അത് സാധ്യമായി കിട്ടിയതിന് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ 40 സ്ഥലം ഉണ്ടായിരുന്നു. അതിലേക്കൊരു നടവഴി പോലും ഇല്ലാതിരുന്ന ഒരു സ്ഥലമായിരുന്നു. അത് കാരണം വളരെ നേരത്തെ തന്നെ നമ്മുടേത് വസ്തുവിൻ്റെ ചിന്ത തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയിരുന്നു. കാരണം അതിൻ്റെ അടുത്തുള്ള ഒരു വസ്തുക്കാർ വിചാരിച്ചാൽ അതിലേക്ക് വഴി തരാമായിരുന്നു. പക്ഷേ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ അതിൽ വഴി കിട്ടണമെങ്കിൽ 2 വസ്തുവിൻ്റെ ഉടമസ്ഥ വിചാരിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളായിരുന്നു. അത് അങ്ങനെ എഴുതി തള്ളിയ ഒരു കേസായിരുന്നു. അത് കാരണം അതിനെപ്പറ്റി ഒന്നും ഉടമ്പടിയിൽ വെച്ചിരുന്നില്ല. പക്ഷേ എനിക്കത് ചോദിക്കാതെ തന്നെ അമ്മ അതൊരു വലിയ പ്രതിഫലമായി തന്നു. അതിന് കാരണം ഞാൻ വിശ്വസിക്കുന്നത്, ഞാനൊരു ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്ന വഴി ഒരു ഹസ്ബൻഡിനൊരു ഫോൺ കോൾ വരികയും ഒരു പള്ളിയുടെ മുന്നിലായിട്ട് തന്നെ വണ്ടി നിർത്തുകയുണ്ടായി. അപ്പോൾ അവിടെ അടുത്തൊരു പള്ളിയും മാതാവിൻ്റെ രൂപമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇറങ്ങിയെന്ന ഞാനും മോളും കൂടെ സംസാരിക്കുന്ന അത്രയും സമയം ഞങ്ങൾ വെളിയിലിറങ്ങി അവിടെ പ്രാർത്ഥിക്കാമെന്ന് വെച്ച് കയറിയപ്പോൾ അവിടെ 2 കെട്ട് പത്രം, ഇതുപോലെ കൃപാസനത്തിലെ 2 കെട്ട് പത്രം അന്നത്തെ മഴയിൽ നനഞ്ഞ്, ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, നനഞ്ഞ് കുതിർന്ന് കിടക്കുകയായിരുന്നു. ഇപ്പോൾ അതെനിക്ക് അതവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ മനസ്സ് തോന്നിയില്ല. ഞാൻ ആ പത്രം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അത് പിറ്റേ ദിവസത്തെ വെയിലിലും ഫാനിലും ഒക്കെ വെച്ച് ഉണക്കി അതെല്ലാവർക്കും ഞാൻ കൊടുത്തു. എന്നെ കൊണ്ടാവുന്ന പോലെ അത് മൊത്തത്തിൽ എനിക്ക് കൊടുക്കാൻ പറ്റി. അതിനുള്ളൊരു പ്രതിഫലമായിട്ട് ഞാൻ ഒരിക്കലും ഈ വസ്തുവിന് വഴി കിട്ടുമെന്ന് വിചാരിച്ചതല്ല. അതിൻ്റെ അടുത്ത വസ്തുക്കാർ നമ്മളോട് ഇങ്ങോട്ട് വന്ന്, അവരുടെ വസ്തു വിൽക്കാൻ പോയ സമയത്ത് ഇങ്ങോട്ട് വന്ന് നമ്മളോട് നിങ്ങൾക്ക് വഴി വേണോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയും, അങ്ങനെ ഒരു വഴിയുമില്ല, അങ്ങനെ 2 വസ്തുക്കാർ ചേർന്ന് ഒരു വഴിയും ഇല്ലാതിരുന്ന ആ വസ്തുവിലേക്ക് പൊതുവായിട്ട് 3 വസ്തുക്കാർ ചേർന്ന് 6 സെൻറ്റ് സ്ഥലം വഴിക്കായി മാത്രമായി 3 വസ്തുവിലേക്കും പൊതുവഴിയായി ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുത്ത സമയത്ത് ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അന്ന് എൻ്റെ ഒരു സ്വർണ്ണമാല, ഞാൻ സ്കൂളിൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ സ്കൂളിൽ പോയ കൂട്ടത്തിലാണോ എവിടെയാണോ എന്ന് എനിക്കറിയില്ല, അത് പോയിരുന്നു. അപ്പോൾ ഞാൻ 2ാമത് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അത് നിയോഗമായിട്ട് വെച്ചിരുന്നു. 2.25 പവനുണ്ടായിരുന്നു ആ മാല. അപ്പോൾ അത് നിയോഗമായിട്ട് വെച്ചത്. കാരണം വീട്ടിലും എല്ലായിടം തിരക്കി, സ്കൂൾ ബസ്സിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. സ്കൂൾ ബസ്സിൽ നോക്കി, സ്കൂളിലും നോക്കി, അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഇനി അന്വേഷിക്കാനായിട്ട് ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2ാമത്തെ ഉടമ്പടിയിൽ ഞാനത് നിയോഗമായിട്ട് വെച്ചിരുന്നു. അങ്ങനെ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ അതും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇനിയും ഹസ്ബൻഡും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അത് പുറത്താർക്കെങ്കിലും കിട്ടിക്കാണും, എങ്ങനെ കിട്ടാനാ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം ഞാൻ പറയുണ്ടായി, അമ്മേ എനിക്ക് ഇനി ഈ പ്രാർത്ഥന ഞാൻ നിയോഗം ഞാൻ പറയുകയില്ല, കാരണം അതെവിടെയെങ്കിലും മിസ്സായിപ്പോയി കാണും, എനിക്കത് കിട്ടാനൊരു വഴിയുമില്ല എന്ന് പറഞ്ഞ്
പ്രാർത്ഥന നിർത്തി. വൈകിട്ടത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് മോൻ ഈ മാല നമ്മുടെ മേശയുടെ ഡ്രോയറിൽ നിന്ന് 2 പേപ്പറുകൾക്കിടയിലായിട്ടിരിക്കുന്നു. അവൻ്റെ സ്റ്റാപ്ലെയർ പിന്നെ എന്തോ തപ്പിപ്പോയതാണ്, അപ്പോൾ കിട്ടിയതാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നു. അന്ന് ആ പ്രാർത്ഥന ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്ന് പറഞ്ഞത് അത് പ്രാർത്ഥിക്കണ്ട എന്ന് തന്നെ മാതാവ് തീരുമാനിച്ചു. എനിക്കത് കിട്ടി. ആ മാല താലിമാലയായിരുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ മാതാവിൻ്റെ ലോക്കറ്റും അതിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള, ഞാനിപ്പോൾ ഈ ഗസ്റ്റ് ആയതുകൊണ്ട് ഓരോ വർഷവും ഇൻ്റർവ്യൂവിന് പോയിട്ടാണ് സ്കൂളിൽ കയറുന്നത്. ആ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സ്ഥലത്തും ഞാൻ 2-3 പത്രമായിട്ടായിരിക്കും പോകുന്നത്. എന്നോട് കോമ്പീറ്റ് ചെയ്യാൻ വരുന്നവർക്ക് വരെ ഞാൻ ആ പത്രം കൊടുക്കും, പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഇതുവരെ ജോലി ഇല്ലാതെ നിൽക്കേണ്ട അവസ്ഥ അമ്മ തന്നിട്ടില്ല. അതുപോലെ മോൻ്റെ പഠനം അവൻ പഠിത്തത്തിൽ ഇച്ചിരി പുറകോട്ടായിരുന്നു. പഠിത്തത്തിൽ ഒരുപാട് പുറകോട്ടായിരുന്നു. പക്ഷേ അവനെ ഒരു ദൈവങ്ങളെയും പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പക്ഷേ മാതാവിൽ വളരെ വിശ്വാസവും രാവിലെ എക്സാമിനും സ്കൂളിലും ഒക്കെ പോകുമ്പോൾ മാതാവിൻ്റെ ഉപ്പും പരിശുദ്ധ തൈലവും ഒക്കെ തേച്ചിട്ടാണ് അവന് പോകുന്നത്. അതിൻ്റേതായ പഠനത്തിൽ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത്. അമ്മയ്ക്ക് ഒരു സ്ഥലമുണ്ടായിരുന്നു, അവിടെ ഒരു കിണറുണ്ടായിരുന്നു. അത് അടുത്ത അമ്മയുടെ റിലേഷനിൽപ്പെട്ടവർക്ക് വെള്ളം കോരി കുടിക്കാൻ അനുവാദം നൽകിയിരുന്നു. അത് പിന്നീട് അവർ സ്ഥിരമായി ഉപയോഗിച്ചു എന്നുള്ള പേരിൽ അവർ കേസ് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ വസ്തു നമുക്ക് വിൽക്കാനോ അത് കേസ് മാറ്റാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അത് ഞാൻ ഉടമ്പടി വെച്ചിരുന്നു. അമ്മ ഇത് ഒരുപാട് മാനസികമായിട്ട് അമ്മയെ അലട്ടിയിരുന്നു. 2017 മുതലുള്ള ഒരു കേസായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 6 മാസത്തിനകമായിട്ട് അമ്മ ആ കേസും പരിഹരിച്ച് തന്നു. അതുപോലെ തന്നെ ആ വസ്തു വിൽക്കാനായി, അതിൻ്റെ ഷെയർ ചേച്ചിക്ക് കൊടുക്കാനായി. ഇതൊക്കെ ഞങ്ങൾക്ക് അമ്മ മാതാവ് കഴിഞ്ഞനുഗ്രഹിച്ച അനുഗ്രഹങ്ങളാണ്. എത്രയും കാലം ഈ ഉടമ്പടിയിൽ മുന്നോട്ട് പോകാമോ അത്രയും കാലം തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഓൾഡ് ഏജ് ഹോമുകൾ സന്ദർശിച്ച് അവർക്ക് വേണ്ട ആഹാരങ്ങൾ, അതുപോലെ തന്നെ അനാഥ കുട്ടികളുടെ അവിടെയൊക്കെ സന്ദർശിച്ച് അവിടെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പത്രങ്ങൾ എല്ലാം വിതരണം ചെയ്യാറുണ്ട്. നമുക്ക് കിട്ടുന്ന പത്രങ്ങളല്ലാതെ ഇവിടെ വന്ന് വാങ്ങിച്ച് പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ പലരും നമ്മളോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മളിവിടെ പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ നിയോഗങ്ങൾ അർപ്പിക്കാറുള്ളത്. നമ്മളുടെ പരിചയത്തിലുള്ളവർക്ക് അസുഖങ്ങൾ വന്നാലോ അവർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാലോ അവരുടെ പേരുകൾ പ്രത്യേകം എഴുതി ഞാൻ നിയോഗത്തിൽ സമർപ്പിക്കാറുണ്ട്. ഈ തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം ഇനിയും എൻ്റെ കുടുംബത്തിന് അനുഗ്രഹങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ തന്ന അനുഗ്രഹങ്ങൾ ആദ്യമായി തന്നെ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ കൃപ ലഭിച്ചതിനായി അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബ്ലസ്സി. ഞാൻ മാവേലിക്കരയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 മെയ് 31 ഞാൻ ആദ്യമൊക്കെ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ അത് ഉഴപ്പിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഓപ്പറേഷൻ വരുന്നത്. ഓപ്പറേഷൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് പേടിച്ചു പോയി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നേർന്നായിരുന്നു, എനിക്ക് ഈ ഓപ്പറേഷൻ വളരെ ഭംഗിയായിട്ട് നടത്തി തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാമെന്ന്. എപ്പോഴും എനിക്ക് ഓപ്പറേഷൻ, എനിക്കാണെങ്കിൽ ഒരു മുട്ടുസൂചി കുത്താൻ പോലും നല്ല പേടിയുള്ള ആളാണ്. അപ്പോൾ പിന്നെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്തോരം പേടിച്ചു കാണും. പക്ഷെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എനിക്ക് വേദനകളൊന്നും തരല്ലേ എന്നായിരുന്നു. അന്ന് ഫസ്റ്റ് ടൈം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് വേദനകൾ സഹിക്കുവാനുള്ള സഹനശക്തി നൽകണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് എൻ്റെ ഓപ്പറേഷനെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴായിരുന്നു വേറൊരു പ്രശ്നം. എനിക്ക് വന്നത് എൻഡോമെട്രിക് സിസ്റ്റായിരുന്നു. എൻഡോമെട്രിക് സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും വരുന്ന ടൈപ്പാണ്. ആ സിസ്റ്റ് വരാനുള്ള കാരണം പീരീഡ്സ് വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് പീരീഡ്സ് വരാൻ പാടില്ലെന്ന് പറഞ്ഞു. അതായത് പീരീഡ്സ് വരുമ്പം മുഴുവൻ ബ്ലഡും പോകാതെ കുറച്ച് ബ്ലഡ് അവിടെ തന്നെ പറ്റി പിടിച്ചിരിക്കും. ആ ഇരിക്കുന്ന ബ്ലഡ് ഓരോ മാസം അങ്ങനെ വന്ന് അങ്ങനെ പറ്റി പിടിച്ചിരുന്ന് അതൊരു കട്ട പോലായി അതൊരു സിസ്റ്റായിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ വരുമ്പം ഇനിയും എനിക്ക് ഇത് സിസ്റ്റ് വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ 21 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും പീരീഡ്സ് നിൽക്കണമെങ്കിൽ തന്നെ അറിയാം, കുറേ 45-50 വയസ്സ് കഴിഞ്ഞവർക്ക് നിൽക്കാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് അത്രയും കാലവും ഇങ്ങനെ സിസ്റ്റ് വന്നുകൊണ്ടിരുന്നാൽ എനിക്ക് പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അതും എനിക്ക് ബ്ലഡിൽ HBsAg എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ട്. അതെനിക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ബോഡിയിൽ എന്ത് ഓപ്പറേഷൻ ചെയ്താലും എനിക്ക് ഓപ്പൺ സർജറി മാത്രമേ പറ്റത്തുള്ളൂ, കീ ഹോൾ പറ്റത്തില്ല. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പീരീഡ്സ് ചെയ്യുന്നത് യൂട്രസ് ഉള്ളതുകൊണ്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ മോള് പഠിത്തം എല്ലാം തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുക. എത്രയും പെട്ടെന്ന്, അതായത് 1.5-2 വർഷം അതിനപ്പുറം പോവരുത്. അതിനുള്ളിൽ തന്നെ കല്യാണം കഴിയണം, ഒരു ബേബി ആവണം, എന്നിട്ട് യൂട്രസും റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ചേറെ കാലം, ഒരു 6 മാസക്കാലത്തോളം ഞാൻ പീരീഡ്സ് നിർത്താനുള്ള ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിരുന്നു. ആ ടാബ്ലറ്റ് എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. ആ ടാബ്ലറ്റും അതും 1 മാസം ഇഞ്ചക്ഷൻ, പിന്നെ 5 മാസം ടാബ്ലറ്റ്, പിന്നെ 1 മാസം പീരീഡ് വരുന്നു, വീണ്ടും അതേപോലെ ഇഞ്ചക്ഷൻ, 5 മാസം ടാബ്ലറ്റ്, അങ്ങനെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യത്തെ 6 മാസം അങ്ങനെ പോയി. പിന്നെ 1 മാസം പീരീഡ്സ് വരുത്തി. പിന്നെ അടുത്ത വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോയത്. പക്ഷേ അതിൻ്റെ തലേ ദിവസം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഒത്തിരിയും വിഷമിച്ച് കരഞ്ഞ് ഞാൻ ഇവിടെ മാതാവിൻ്റെ ഈ രൂപത്തെ നോക്കി നിന്ന് ഞാൻ ഇവിടെ നിന്ന് കൊന്ത ചൊല്ലിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് പോകുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ സിസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതുപോലെ പീരീഡ്സ് വന്നോട്ടെ എന്ന് ഡോക്ടർ പറയണം. എനിക്ക് പിന്നെ അതുപോലെ മരുന്ന് നിർത്തിക്കൊള്ളാനും പറയണം. ഇനി എനിക്ക് ഒരിക്കലും മരുന്ന് കഴിക്കേണ്ടിയും വരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കറക്റ്റ് ഞാൻ എന്താണ് 3 കാര്യം ഞാൻ പറഞ്ഞു. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോയപ്പം അതേ കാര്യം തന്നെ ഡോക്ടർ എൻ്റെ അടുത്ത്, ഞാൻ സ്കാനിങ്ങിന് പോയപ്പോഴെല്ലാം ഞാൻ കാശ് രൂപം വെച്ചുകൊണ്ടായിരുന്നു. മാതാവിൻ്റെ കാശ് രൂപം ഞാൻ മുറുകെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഓരോ വട്ടം. അതും സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം ആ സ്കാൻ ചെയ്യുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, ആ ഡോക്ടർ, അദ്ദേഹം ആണെങ്കിൽ ആദ്യം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഈ സ്മോൾ സിസ്റ്റ് ഇങ്ങനെ ഒന്ന് പറയാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന്, മാതാവേ ഞാൻ പ്രാർത്ഥിച്ചതാണ് ഇന്നലെ, എന്നിട്ട് എനിക്ക് ഇനിയും തരല്ലേ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം വീണ്ടും നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല അത് സിസ്റ്റ് അല്ല, അത് വേറെ എന്താണെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എന്നാലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കാണാൻ ചെന്നപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, മോൾക്ക് ഒരു കുഴപ്പവും ഇല്ല, സിസ്റ്റ് ഇല്ല, പീരീഡ്സ് അതുകൊണ്ട് വന്നോട്ടെ, മരുന്ന് നിർത്താം. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ 3 കാര്യം പറഞ്ഞു, ആ കറക്റ്റ് 3 കാര്യം തന്നെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നു. എനിക്കിപ്പം പീരീഡ്സ് എല്ലാ മാസവും വരുന്നുണ്ട്, എനിക്കിപ്പോൾ സിസ്റ്റ് ഇല്ല, ഞാൻ അതുപോലെ മരുന്നും എൻ്റെ സ്റ്റോപ്പ് ചെയ്ത്, എനിക്കിനി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മാതാവ് എനിക്ക് നടത്തി തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ മാതാവിൻ്റെ അടുത്തും തിരുക്കുമാരൻ്റെ അടുത്തും കൊടാനുകൂടി നന്ദി പറയുന്നുണ്ട്. ഉടമ്പടി തൈലവും ഞാൻ അതേപോലെ എൻ്റെ വയറ്റത്തും എല്ലാം ഞാനിത് കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് BCom ഡിഗ്രി, അത് ഫസ്റ്റ് സെമ്മിൽ എനിക്കൊരു സപ്ലി ഉണ്ടായിരുന്നു, എക്കണോമിക്സ്. അതും ഞാൻ ഇവിടെ വന്ന് നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും എൻ്റെ അമ്മ മാതാവ് അതും എന്നെ പാസ്സാക്കി തന്നു. പിന്നെ എൻ്റെ അമ്മച്ചിക്ക് കൂടെ വയ്യാതാവുന്നുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്കെല്ലാം പ്രഷർ, ഷുഗറൊക്കെ ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ ഈ ഉടമ്പടി തൈലം ഞാൻ അമ്മച്ചിയുടെ നെറ്റിയിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇനി അങ്ങനെ വയ്യാതൊന്നും വരല്ലേ കർത്താവേ മാതാവേ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പം അമ്മച്ചി കുറേ നാളായിട്ട് ഒരു കുഴപ്പമില്ല, നല്ല എനർജറ്റിക്കായിട്ട് ഓടിച്ചാടി നടക്കുന്നുണ്ട് അമ്മച്ചി. പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ഒരുപാട് ആത്മീയതയ്ക്ക് വരാനും സാധിച്ചു. ഞാൻ കൊന്തയെത്തിക്കാൻ നല്ല മടിയുള്ളൊരു വ്യക്തിയാണ്. എൻ്റെ മമ്മ കാത്തലിക്കാണ്, മമ്മ കൊന്ത എത്തിക്കും. ഇപ്പം എൻ്റെ മമ്മ മരിച്ചുപോയി. മമ്മ ഉള്ള സമയത്തൊക്കെ എന്നോട് പറയുമായിരുന്നു, മോനെ കൊന്ത എത്തിക്കണം. അപ്പം ഞാൻ ഒരു ഓർത്തഡോക്സുകാരി ആയതുകൊണ്ട് ഓർത്തഡോക്സുകാർക്ക് കൊന്തയില്ല. അപ്പം ഞാൻ എനിക്ക് എത്തിക്കാനുള്ള മടി കൊണ്ടാണ്. അപ്പം അതിന് ഞാൻ ആ ഒരു റീസൺ എന്തോ ചെയ്തു, ഞാനങ്ങ് കണ്ടെത്തുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാനാണെങ്കിൽ മുടങ്ങാതെ എല്ലാ ദിവസവും ഇപ്പം ഞാൻ കൊന്തയെത്തിക്കും. അതേപോലെ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെല്ലാം ഞാൻ പാലിക്കുവാനും ശ്രമിക്കുന്നുണ്ട്. ബൈബിളെല്ലാം ഡെയിലി 1/2 മണിക്കൂർ വായിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് പത്രം, ആദ്യമായിട്ട് ഇവിടുന്ന് പത്രം കിട്ടുമ്പോൾ ഭയങ്കര ഒരു പേടിയായിരുന്നു മനസ്സിൽ. കാരണം ചിലവർ നമ്മൾ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ അങ്ങ് വാങ്ങിക്കും, ചിലവർ നമ്മൾ എന്നെയും വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കുമ്പം. അങ്ങനെ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു, ദൈവമേ അവർ കൊടുക്കുമ്പോൾ എന്തോ വിചാരിക്കും. പക്ഷേ ഇപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുക്കും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക്
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്ന പത്രം കൊടുക്കുന്നതാണ്. ഇപ്പം ഞാൻ വരുമ്പം എത്ര കെട്ട പത്രം വാങ്ങിക്കുന്നതെന്നുള്ളതിന് എനിക്ക് തന്നെ കണക്കില്ല. കാരണം അന്ന് അത്രയും മടിയായിരുന്നു. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പത്രം കൊടുക്കുക. ഇപ്പം ഞാൻ വയ്ക്കും വാങ്ങിക്കുന്നവർ വാങ്ങിക്കട്ടെ, ഇല്ലാത്തവർ വേണ്ട എന്നാലും അങ്ങനെ. പക്ഷെ എന്നാലും ഞാൻ കൊടുക്കുന്ന 3/4 പേര് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ചിലവരെങ്ങാണേ ഉള്ളൂ വാങ്ങിക്കാത്തതായിട്ടുള്ളത്. എന്നാലും എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പത്രം കൊടുക്കാൻ. ഇപ്പം ഇവിടെ നിൽക്കുന്ന പോലെ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും നേരം പേടിച്ചാണ്. കാരണം ഞാനിങ്ങനെ ഇത്ര ആൾക്കാരുടെ മുന്നിലൊന്നും വന്നിങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ആദ്യം തന്നെ വരച്ച് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴും യേശു മാതാവും ആയിരിക്കണം എന്നിലൂടെ പറയുന്നത്. കാരണം എനിക്ക് പറയാനുള്ള ധൈര്യം കിട്ടണം, ഒന്നും മറന്നു പോകാതെല്ലാം എനിക്ക് ഓർമ്മിപ്പിച്ച് തരണം എന്നെല്ലാം പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികൾ എനിക്ക് അത്രയും ഇതായിട്ടില്ല. കാരണം എനിക്ക് ചെയ്യാൻ ആഗ്രഹം നല്ലപോലുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ സാമ്പത്തികമായിട്ടാണേലും ഞാൻ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്, ജോലി ആയിട്ടില്ല. പിന്നെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയും അത്ര ഇതല്ല. എന്നാലും എനിക്ക് അല്ലാതെയും പറ്റുന്ന രീതിക്ക് എന്നാലും വീട്ടിൽ വരുന്നവരെയൊക്കെ എന്നാലാവുന്ന ചെറിയ തുക വെച്ച് കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ വിശന്നിരിക്കുന്നവർക്കൊക്കെ വഴിയരികിലിരിക്കുന്നവർക്കൊക്കെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അല്ലാതെ എന്നെക്കൊണ്ട് പറ്റുന്ന സാമ്പത്തികം അല്ലാത്ത രീതിക്കുള്ള സഹായങ്ങളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഇനിയും ഈ ഉടമ്പടിയിൽ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇവിടെ സ്വഭാവത്തിൽ ദേഷ്യം കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് നേരത്തെ ദേഷ്യം വന്ന സാധനങ്ങൾ വലിച്ചെറിയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്തെങ്കിലും കയ്യിൽ എന്ത് കിട്ടുമോ അതിനടുത്ത് ഒറ്റ ഏറ് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ദേഷ്യം അത്യാവശ്യം നല്ലപോലെ കൺട്രോൾ ആയിട്ടുണ്ട്. എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ ഈ സാക്ഷ്യം പറയാൻ ഇത്രയും ലേറ്റ് ആയതിന് മാതാവിനോട് ഞാൻ ക്ഷമ നിന്ന് സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയതിന് ഈശോയ്ക്കും മാതാവിനും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് നിഷ. ഇതെൻ്റെ മക്കളാണ് അബിൻ, അമൽ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ മങ്ങാട് സെൻറ്റ് ജോർജ് ഇടവാംഗമാണ്. ഞാനിവിടെ ആദ്യമായി വന്നത് 2023 മെയ് 22-ാം തീയതിയാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത്. അതെൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. എൻ്റെ അമൽ എന്ന ഇവന് ചെറിയ മകനെ വളരെ 6 മാസം മുതൽ തന്നെ അവന് അലർജി മൂലം വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 12 വർഷമായി അലർജി രോഗം മൂലം ബുദ്ധിമുട്ടണു. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു. ഒരുപാട് മരുന്നുകൾ, അലർജിയുടെ മരുന്നുകളായാലും അങ്ങനെ ഒരുപാട് മരുന്നുകൾ അവൻ ഇത്രയും വർഷത്തിനുള്ളിൽ അവൻ കഴിച്ചുകൊണ്ടിരുന്നു. ഈ അലർജി കാരണം ശ്വാസം മുട്ടലും കഫക്കെട്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് തീരെ ശ്വാസം കിട്ടാൻ ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഒരുപാട് സ്കൂളുകളിലേക്ക് പോകാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല. ഒരുവിധം വലുതാവുന്ന വരെ അവനെ തോളിൽ ഞങ്ങൾ ഇട്ടിട്ട് ഭിത്തിയിൽ ചാരി ഇരുന്നിട്ടാണ് ഞങ്ങൾ ഉറങ്ങാനൊക്കെ ചെയ്യുക. അത്രയും ബുദ്ധിമുട്ടായിരുന്നു അവന്. അത് ഇൻഹൈലർ വരെ ഉപയോഗിച്ച് തുടങ്ങി. അവസാനം അത് ഉപയോഗിക്കേണ്ടി വരുന്നതാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോഴാണ് ഞങ്ങൾ ആ സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നു. നിയോഗം വെച്ചു. ആദ്യത്തെ പുതുക്കൽ ആവുമ്പോഴേക്കും പിന്നീട് അവനെ അങ്ങനത്തെ ഒരു അസുഖം അവനെ ഇന്നത്തെ വരെ ഉണ്ടായിട്ടില്ല. സാധാരണ പനി ജലദോഷം വരുന്നുണ്ടെങ്കിലും അതിനു മുന്നേ വന്നിരുന്ന അലർജി മൂലം വന്നിരുന്ന ആ ശ്വാസം മുട്ടലും ആ കഫക്കെട്ടും അവന് പിന്നെ ഇന്നത്തെ വരെ അവന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകനെ അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പഠിപ്പിൽ കുറച്ച് പിന്നാക്കായിരുന്നു. പഠിക്കും പക്ഷേ എങ്കിലും അവൻ നല്ല ശ്രദ്ധയോടുകൂടി ഇരിക്കില്ല. വായിക്കുന്നതൊന്നും വളരെ ശ്രദ്ധയില്ലാണ്ടാണ് അവൻ വായിക്കുക. അങ്ങനെ 10ാം ക്ലാസ് പരീക്ഷയായി. ഹാഫ് ഇയർലി കഴിഞ്ഞു, ക്വാർട്ടർലി കഴിഞ്ഞു. ഹാഫ് ഇയർലിയിൽ ഓരോ സബ്ജക്റ്റ് പോവും. അതുപോലെ മോഡൽ എക്സാം കഴിഞ്ഞു. മോഡൽ എക്സാമിലും ഓരോ സബ്ജക്റ്റ് 2 സബ്ജക്റ്റൊക്കെ അവൻ ഫെയിലായി. അങ്ങനെ എല്ലാവർക്കും നല്ല വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ അവൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അവൻ 10ാം ക്ലാസ്സിലെ 81% മാർക്കോടുകൂടി പാസ്സാവുകയും +1 സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാനായിട്ട് അവസരം കിട്ടുകയും ചെയ്തു. പിന്നെ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊണ്ടുപോയി ഇവിടുന്ന് വാങ്ങിച്ച് എല്ലാ ഇവിടെ വീടുകളിലും ഹിന്ദുസിൻ്റെ വീടുകളിലും പള്ളികളിലൊക്കെ പോകുമ്പോൾ ഞാൻ കൈകളിൽ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അവിടെ വെച്ചിട്ടൊന്നും പോവില്ല. കൈകളിലെടുത്ത് ഓരോരുത്തർക്കും പറഞ്ഞ് കൊടുക്കും. അതുപോലെ തന്നെ വീടുകളിൽ പോകുമ്പോൾ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ആ സാക്ഷ്യങ്ങളെല്ലാം അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് ഞാൻ പത്രം കൊടുക്കാറ്. അതുപോലെ പത്രം കൊടുക്കാൻ പോകുമ്പോൾ വീടുകളിൽ
അപ്പോൾ അവിടെയുള്ള ആരെങ്കിലും ചോദിക്കും എന്നാണ് ഇനി കൃപാസനത്തിലേക്ക് പോകണേ, എനിക്കും വരാനാണ് എന്ന് പറയാറുണ്ട് പലരും. അങ്ങനെ ഒരു 11 പേരോളം എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യമായിട്ട്. 8 പേരോളം അവർ ഉടമ്പടി എടുത്തു. ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല, പക്ഷെ അവരായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക ചെയ്യുക. പത്രം കൊടുക്കാൻ പോകുമ്പോൾ എന്നാണ് പോവുക, ഞങ്ങൾക്കും കൂടി വരാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ മാതാവിനെ കുറിച്ച് സംസാരിക്കാനും ആരെനെ കണ്ടാലും മാതാവിനെ പറ്റി സംസാരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് വേസ്റ്റ് ആക്കാറില്ല. മാതാവിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നതും എനിക്ക് കിട്ടിയ അനുഭവങ്ങളും എല്ലാം ഞാൻ മാതാവിനെ കുറിച്ച് സംസാരിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ കഴിഞ്ഞ മാസം വന്നിട്ട് ഞാൻ ബസ്സിൽ പോകുന്ന സമയത്താണ് ഒരു ചേച്ചി എന്നോട് ഈ കൃപാസനം പത്രത്തിൻ്റെ കവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് ബസ്സിൽ പോകുമ്പോൾ പിടിക്കാനായിട്ട് ഞാൻ ഒരു ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ചോദിച്ചു എന്നോട് ഇതെന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മാതാവിൻ്റെ കൃപാസനം ആലപ്പുഴയിലൊരു മാതാവുണ്ട്, അവിടെ പോയിട്ട് വരികയാണ്, അവിടുത്തെ പത്രമാണ് ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പത്രം വാങ്ങിച്ചില്ല, എങ്കിലും അവർ പറഞ്ഞു ഞാനിങ്ങനെ യൂട്യൂബിൽ കാണാറുണ്ട്, മാതാവിൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട് എന്നവർ പറഞ്ഞു. അതുപോലെ തന്നെ യൂട്യൂബ് സാക്ഷ്യങ്ങൾ ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്, കാണാറുണ്ട്. അതുമാതിരി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ ഉടമ്പടി എടുത്തത് മുതലേ ഇന്നലെ വരെയുള്ള അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. അതുപോലെ സാക്ഷ്യങ്ങൾ കണ്ട സ്റ്റാറ്റസ് ഇടും, ഉടമ്പടി ധ്യാനങ്ങൾ ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അതുപോലെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണും. മക്കളായാലും അതുപോലെ തന്നെയാണ്, അവർ ഡെയിലി ബ്രെഡ് 5:30 അവർ കാണും. അതുപോലെ ഉടമ്പടി ധ്യാനം ഞാൻ കാണുന്ന സമയത്ത് അവർക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഞാൻ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം പ്രാർത്ഥനയും കാര്യങ്ങളും കൂടുതൽ ആഴപ്പെടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ കുമ്പസാരം ആദ്യം വീട്ടിലൊക്കെ ഒരിക്കലോ ആണ്ടിലൊരിക്കൽ അങ്ങനെയുള്ള ഒരു കുമ്പസാരമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം എല്ലാ മാസത്തിലും എല്ലാവരും കുമ്പസാരിക്കുകയും പ്രാർത്ഥനയായാലും അതുപോലെ എല്ലാ മാസത്തിലും പള്ളിയിലുണ്ടാവുന്ന ഒരു ധ്യാനമുണ്ട്. ആ ധ്യാനത്തിൽ പങ്കുചേരാനും പോയി പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹവും കൃപയൊക്കെ ദൈവം മാതാവ് ഈശോയിലൂടെ ഒരുപാട് എനിക്ക് നൽകിയിട്ടുണ്ട്. ഒരുപാട് പേര് പറയാറുണ്ട് ചേച്ചി പോകുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ പറഞ്ഞവരെ എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. ഞാൻ വ്യക്തിപരമായി 1 മണിക്കൂർ നേരമെങ്കിലും ഞാൻ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കും സന്ധ്യാസമയങ്ങളിൽ. അതുപോലെ തന്നെ ബൈബിൾ വായനയാണെങ്കിലും അരമണിക്കൂറൊന്നുമല്ല, അരമണിക്കൂറിലും കൂടുതൽ ഞാൻ വായിക്കാറുണ്ട്. അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന പോലെ ചരിത്രം വായിക്കണ മാതിരി നമ്മൾ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അത് ആദ്യം സ്വർഗസ്ഥനായി വിശ്വാസ പ്രമാണം സ്വർഗസ്ഥനായി നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയിട്ട് വേണം നമ്മൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ മൗനമായിരുന്ന് വേണം ബൈബിൾ വായിക്കാനെന്ന് അച്ഛൻ ഇതിൽ പറയുകയുണ്ടായി. അപ്പം ഞാനതുമാതിരി അങ്ങനെ വായിക്കാനായിട്ട് ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ബൈബിളിലെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഈശോ സംസാരിക്കണ മാതിരി എനിക്ക് അനുഭവപ്പെടാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളുടെ അവിടെ അമ്പലപുരം അവിടെ ഒരു പീസ് ഹോം എന്നുള്ളൊരു സ്ഥാപനമുണ്ട്. അവിടെ പോയിട്ട് അവിടെ അങ്ങനെ വയ്യാത്ത ആൾക്കാരാണ്, കാലുകൊണ്ടും ഒക്കെ നടക്കാൻ പറ്റാത്ത അവരും പരസഹായം ഇല്ലാണ്ട് ഒന്നിനും പറ്റാത്തവരാണ്. അപ്പോൾ അവിടെ പോയി അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോയി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വീട്ടിലേക്ക് ഇങ്ങനെ പല സ്ഥാപനങ്ങളിൽ നിന്ന് സഹായം ചോദിച്ചു വരും. അപ്പോൾ അവർക്കൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ വളരെയധികം നന്ദി പറയുന്നു.